الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഇനി അനന്തര സ്വത്തിൻ്റെ അവകാശികളും അതിൻ്റെ കണക്കാണ് പറയുന്നത്. പക്ഷേ ഖുർആൻ മാത്രം കൊണ്ട് സ്വത്ത് ഹരിവെക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ തഫ്സീലായ ഹദീസ് വരണം. അപ്പോൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എടുക്കുന്ന ഫിഖ് വേണം. ഫിഖ് ഇല്ലാണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? അപ്പോൾ ഫിഖിൻ്റെ 1/3 പകുതിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഫറായിൽ. പക്ഷെ ഇന്ന് പഠിപ്പിക്കപ്പെടലില്ല. അതുകൊണ്ട് മനസ്സിലാക്കാനും കുറച്ച് പണിയുണ്ട്. ഇരിക്കുന്ന കുട്ട് ഉറങ്ങുന്നാക്ക് ഒന്ന് കയറുകയും ചെയ്യില്ല. അപ്പം വിഷമങ്ങളിലെല്ലാം എന്താക്കും, പാടത്തിന് ഒഴിവാക്കുക. എന്നിട്ടോ നല്ല കുമസി ബന്ന പോലത്തെ എല്ലാം ഇപ്പം പഠിപ്പിക്കുക. നണ്ടുണ്ട് പല്ലില്ലാത്താക്കും മുക്കി തിന്നാലും മതിയല്ല. ഫറായിലോ ഹരി വെച്ചാൽ കുറച്ച് കണക്ക് നല്ലോണം പഠിച്ചിരിക്കണം. അല്ല എന്താക്കും, ഭാര്യമാർക്ക് ഇതിൻ്റെ ഭർത്താവിൻ്റെ മക്കളില്ലെങ്കിൽ ഭാര്യയ്ക്ക് 4/1 കിട്ടും അല്ലേ? അപ്പോൾ 4 ഭാര്യന്മാരുള്ള ഒരാൾ ഓഹരി വെച്ച് നോക്കുമ്പോഴേക്ക് സ്വത്ത് ദേശം തീർന്നുപോയി. എന്താ പറ്റിയത്? ഓരോ ഭാര്യക്കും 4/1 ഉണ്ട് എന്ന് മനസ്സിലാക്കിയില്ല തെറ്റിയത്. ഭാര്യയുടെ ജിൻസിനാണ് ഇത്. അതെ, 4/1 എന്ന് പറയും 25%. 4 ആക്കും കൂടി ഓഹരി വെക്കണം ഒട്ടാകാം ഭാര്യയുടെ ആ ജിൻസിന്. അല്ലെങ്കിൽ തേവിലല്ല. 14/1 വരും. അസൽ സ്വത്തിലേക്ക് നോക്കിയാൽ 14/1. അതെ ഞാനത് പറഞ്ഞത്. മക്കളുണ്ടെങ്കിൽ 8/1. ആ മെച്ചാക്കാ മക്കളിൽ നിന്ന് പറഞ്ഞത്. എന്നല്ലാണ്ട് തളിപ്പറമ്പ് ഒരാൾ പെണ്ണ് കെട്ടി എന്നിട്ട് എന്താക്കും, അതിൻ്റെ മക്കളില്ല. ആർക്ക്? പെണ്ണിന് മക്കളില്ല. പെണ്ണ് 2-3 വട്ടം പാണ്ട് ഒഴിഞ്ഞെത്താന്ന് 4ാമത്തെ ഭാഗലാണ്. എന്തെന്ന് കെട്ടിയാൽ തന്നെ 40 അപ്പുറം നിൽക്കൂല. അപ്പോഴേക്കും എന്താക്കും, ഭർത്താവ് മരിക്കും. എന്തോ അങ്ങനെ ഒരു ഒത്ത് കാണുന്നുണ്ട്. അപ്പോൾ എന്താക്കും, മരിക്കുന്ന ആൾ നല്ല പൈസ കിട്ടുന്ന ചോദിക്കും. 40 ദിവസം കൂടുമ്പോൾ 40 ദിവസം കിട്ടും, അനന്തരം കിട്ടും. മക്കളും ഇല്ല. ജോഹരി വെക്കാൻ കഴിഞ്ഞപ്പം പറഞ്ഞ്, ഞാൻ മൂലാർക്കാരോട് ചോദിച്ചത്, എനിക്ക് മക്കളില്ലെങ്കിൽ 4/1 എന്നാണ് പറഞ്ഞുകൊണ്ട് 25% എനിക്ക് കിട്ടണം. ഭർത്താവിനാണെങ്കിൽ 8 മക്കളുണ്ട്. ഈ കെട്ടിയ മാപ്പിള 8 മക്കളുണ്ട്. 8/1 പോരാ, 4/1. എനിക്ക് മക്കളില്ല. മൂലാർക്കാരോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞ പഠിപ്പിച്ച മൂലാർക്കാരിയെ കിതാബ് കൊടുത്തിട്ട് ഞേക്ക് വാ, നമുക്ക് എങ്ങനെയാണ് കിതാബിൽ പറഞ്ഞു നോക്കാം. ഈ മാങ്ങുന്നാക്ക മക്കളുണ്ട് എന്നെല്ലാം നോക്കുന്നു. നോക്കാം. അതിൻ്റെ ചെല്ലുമില്ലാണ് പറയുക. തഫ്സീൽ എന്താക്കണം, ഹദീസ് നോക്കിയാലും നമുക്ക് കിട്ടില്ല. അതായത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് അത് പിടിച്ചെടുക്കാനുള്ള പാണ്ഡിത്യം നമുക്കില്ല. ഇത് വേണ്ടേ എല്ലാം കിട്ടുമെന്ന് പറയാന്? നമ്മളെ ജാബിറിനോട് പറഞ്ഞു പോലും ഹദീസിൻ്റെ ആവശ്യമില്ല, എല്ലാം ഖുർആനിൽ നിന്ന് കിട്ടുമെന്ന്. അപ്പോൾ ജാബിർ ചോദിച്ചു, നിക്കരിക്കണമെന്ന് ഖുർആനിലുണ്ടോ? അതിൽ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ 5 വഖത്ത് ഖുർആനിലിടയുള്ളത്. ളുഹർ 4 റക്അത്താണെന്നും അസ്ർ 4 റക്അത്താണെന്നും മഗ്രിബ് 3 ആണെന്നും ഏത് ആയത്തൊന്നും ഓതിയാട്ടെയാണ്. ഞാൻ പോയിട്ട് പറ്റും. അല്ല പറ്റൂല, നിങ്ങൾ വാദം തുടങ്ങിയ ആൾ പോകാൻ അനുവദിക്കും, പറഞ്ഞിട്ട് പോകണം. എനിക്കും പഠിക്കാം. 5 ഒട്ടകം ഉണ്ടായ എന്താ സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരാട്. അതിൻ്റെ ജിൻസന്റെ മാറി അല്ലേ ഖുർആനിലൂടെയുള്ള
അപ്പൊ ഖുർആൻ പോരാന്നാണെങ്കിൽ പറയുന്നത് പോരാന്നല്ല എൻ്റെ മേന. ആ ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ട്. ലി തുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട സാധനം തങ്ങൾ തന്നെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താക്കണം, തങ്ങളെ വ്യാഖ്യാനം കൂട്ടിപ്പിടിക്കണം. എന്നെല്ലാം ഖുർആനിലുണ്ട്. ഇപ്പൊ ഹിജായി അക്ഷരം അറിയാത്ത ആളെ മുജ്തഹിദായിട്ട് വാദിക്കുന്നു. ഹിജായി അക്ഷരം അറിയില്ല, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വരൂന്നെന്താക്കുക, ഹദീസിന്റെ പുലർച്ച നടക്കണ്ടേ? സാദിക്കും മസ്തൂക്കായ തങ്ങളല്ലേ പറയുന്നത് ഇന്നലൊക്കെ പുലരും. ഏത് ഏത് അതെ, അവകാശികൾ എന്നുള്ള നിലക്ക് ഓഹരിയൊക്കെയാണെങ്കിൽ ഇത് വേണം. എല്ലാ ഒരു ആള് പറയുന്ന എനിക്കൊന്നും വേണ്ട, എൻ്റെ പങ്ങ തേച്ചെടുത്തിട്ടെന്ന് പറഞ്ഞാൽ വതാലിക്ക് തബർ, അത് ഹുക്കുമ്പ് മാറി. അത് ഫറായിദ് ഹുക്കുമല്ല. അതിപ്പോ കച്ചവടത്തിന്റെ ഹുക്കും പറഞ്ഞിട്ടില്ലേ അല്ലേ? ഒരാൾ പോയി തേച്ച് നിങ്ങൾക്ക് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെട്ട് കയറുകയാണെങ്കിൽ ഇപ്പം കച്ചവടം ഉണ്ടാണ്. അത് ഹിബത്തായി മാറിയില്ലേ? ഫറായിദിന്റെ ഓഹരിയാണെങ്കിൽ ഇപ്രകാരം തന്നെ വേണം. പെങ്ങൾക്ക് പകുതിയും ആങ്ങളൊക്കെ ഇരട്ടാന്നല്ല ഇവക്കറി മിസിലെ ഹദിൽ നോക്കിയാനി വരാൻ പോകുന്നുണ്ട്. എന്നിട്ടെന്താക്കുന്ന ആങ്ങളെ പറയുന്ന തേച്ചിട്ടാത്തെടുത്തോട്ടൊന്ന് അന്നേരം ഇവന്റെ ഹിബത്തിലേക്കല്ലേ മടങ്ങുന്നത്, ഫറായിദ് മസാല അല്ലല്ലോ. പിന്നെ ഇപ്പൊ പല സ്ഥലത്ത് നടക്കുന്നത് കുറെ ആൾക്കാർ ഫറായിദ് പ്രകാരം ചെയ്യുമ്പോൾ അതെ, അത് വിടൂല. കയ്യൊക്കെയുള്ളോ കാര്യക്കാരൻ. കാരണം പെണ്ണ് കുറച്ച് തൻ്റെ അടവും മാപ്പിളക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ 3 മടിക്കാരനാണ് സ്വത്തിന് മുഴുവൻ അവകാശം. ചെലന്തി പലണക്കത്തെ 3 മടിൻ്റെ അവകാശം എനിക്ക് അതുള്ളത്. തേച്ചും പെങ്ങളും പുജാപ്പിളിയും കൂടി വാരും. അങ്ങനെ അത്രയും അന്തമാനുണ്ട്. അത് പറയുന്നല്ല, അതിന് ഏറ്റവും കയ്യേറ്റം എന്നോ ഗസ്ബെന്നോ അക്രമം എന്നോ എന്താണ് അതിന് ഡിക്ഷണറി വേദിയിലുള്ള പേരെല്ലാം കൊടുത്തു. അത് കയ്യേറ്റം. ഹറാം തന്നെ. അത് നിങ്ങളെ തൊട്ട് കയ്യേറിയില്ലെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? ബൈബിളല്ല എൻ്റെ അതേന്ന് കൊടുത്താൽ കയ്യേറ്റത്തിന് ആ അക്രമം പഠിച്ചിട്ട് കൊടുക്കും എന്നത് പൊരുത്തപ്പെടാൻ ആവില്ലല്ല. അല്ല, അത് തേച്ചു കൊടുക്കുന്നെങ്കിലും പൂർണ്ണ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരാള് അയാൾ എസ്റ്റിയാറോടുകൂടി പൊരുത്തപ്പെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എനിക്കും തരാമല്ലോ. അത് അങ്ങോട്ടും പങ്കെ കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ലത്തീഫിൻ്റെ അടുത്ത് 1 ഏക്കർ ഭൂമിയുണ്ട്, അബ്ദുൽ വാരി ഉസ്താദിനെ പൊറ്റപ്പെട്ട് തന്നിരിക്കുന്നു ഒരു ഹൃദയൊന്നും പോരാ. ലത്തീഫ് നഫ്സോടെ തന്ന അത് ഫറായിദ് ഓഹരി അല്ലല്ലോ. കാരണം ലത്തീഫ് മാഷം ഞാനും വാരിസ് മൗറൂസും ഒന്നും അല്ലല്ലോ. അത് അവരവര് പൊരുത്തപ്പെട്ട് കൊടുത്താൽ അതല്ലേ പറഞ്ഞ് ഫറായിദ് മസാല അല്ലാന്നതും. ഞാനിതാ ഇബ്രാഹിം അതും തങ്ങൾ പോയാണൊക്കെ പോവുകയെന്ന അജ്മീറിലേക്ക് തേച്ച് നിങ്ങളടുത്തൊന്ന് പൊരുത്തപ്പെട്ടെങ്കിൽ പറഞ്ഞു. അപ്പൊ ഫറായിദ് മസാല അല്ല, ഇവന്റെ കയ്യിലുള്ള എന്താക്കി ഹിബത്തായിട്ട് കൊടുത്തെന്ന്. നോക്കാം. للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? ഇതിൻ്റെ പ്രയോഗം നോക്കറ. റിജാലി ആദ്യം വേറെ തന്നെ ഉണ്ട് അല്ലേ? എന്നിട്ടോ അതേ കലിമത്തിൽ നിന്ന് എന്താക്കുന്നത്? വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി. ശരിക്കും പറഞ്ഞാൽ ആവർത്തനം തോന്നില്ലേ? ലിദ്ദിജാലി വലിന്നിസാഇ നസീബ് എന്ന് പറഞ്ഞാൽ കിട്ടൂലേ? അന്നേരം വേറെ ഇഹാമ് വരും. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടും ബാധി ജോഹരി കിട്ടും തോന്നിപ്പോവും. എന്തില്ല
പെണ്ണിന് ഓഹരി കിട്ടണമെങ്കിൽ ആണ് വേണം, അല്ലെങ്കിൽ ആണിന് ഓഹരി കിട്ടണമെങ്കിൽ പെണ്ണ് പോകണമെന്ന് തോന്നിപ്പോ ആണും പെണ്ണും കൂടെ കൂടുമ്പോൾ ഓഹരി കിട്ടുമെന്ന് തോന്നിപ്പോകും. അപ്പൊ ഇവിടെ നിന്ന് ആണ് മാത്രമായാലും അയാൾക്ക് അവകാശമുണ്ട്, പെണ്ണ് മാത്രമായാലും അവകാശമുണ്ട്, ആണും പെണ്ണും കൂടിയാലും അവർക്കുള്ള അവകാശമുണ്ട് എന്ന് വരുത്തണമെങ്കിൽ ഇത് ആവർത്തന രൂപത്തിൽ പറഞ്ഞാലേ ശരിയാകൂ. 3 സൂറത്തല്ലാകെ വരിക, ബഷീർ ഉസ്താദ് ശ്രദ്ധിക്കുന്നില്ലൊന്നും. ലിദ്ദിജാലി വലിന്നിസായി എന്ന് പറയുമ്പോൾ ആണും പെണ്ണും കൂടെ കൂടുമ്പോൾ ഓരോരുത്തർക്ക് ഓഹരി ഉണ്ടെന്നല്ല പറയുന്നത്. അപ്പം ആണ് മാത്രമാകുന്ന സൂറത്തുണ്ട്, പെണ്ണ് മാത്രമാകുന്ന സൂറത്തുണ്ട്, ആണും പെണ്ണും രണ്ടാളും ഒരുമിച്ച് കൂടുന്ന സൂറത്തുണ്ട്. 3 സൂറത്തുണ്ട്. ഈ 3 സൂറത്ത് വന്നാലും അവരവർക്കുള്ള അവകാശം ഉണ്ട് എന്നാ പറഞ്ഞു വരേണ്ടത്. എന്നാൽ ഈ ആവർത്തിച്ചാലേ ശരിയാവും. മനസ്സിലാകുന്നില്ല? ലിദ്ദിജാലി നസ്വീബുൻ, പുരുഷന്മാർക്ക് അവകാശമുണ്ട്. എന്തിൽ നിന്ന്? മിമ്മ തറക്കൽ വാലിദാനി, മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ച് പോകുന്ന സ്വത്തിൽ നിന്ന്. അതുപോലെ വല്ലഖറബോൻ, അവൻ്റെ ബന്ധുക്കളുണ്ടല്ലോ, അവരിൽ നിന്ന് ഉപേക്ഷിച്ച് പോകുന്ന ആളും. അപ്പം ഇർസ് കിട്ടുന്ന ഏതെല്ലാം വകുപ്പുണ്ട്? ഒന്ന് മാതാപിതാക്കന്മാരെ വെക്കുന്ന ഇർസ് കിട്ടും, അതുപോലെ അശമക്കാരെ വെക്കുന്നതും കിട്ടും. അതെ. അപ്പം എന്തുണ്ടാവും? അവകാശികൾ 2 തരത്തിലാണ്. ഒന്ന് ഫർദിന്റെ അവകാശി, അഹ്ലുൽ ഫർദ്. ഫർദ് എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ മുഖാബിലുള്ള ഫർദല്ല. തലബുൻ ജാസിമ്, എടുത്താൽ കൂലിയുണ്ട് ഒഴിച്ചാൽ കുറ്റമുണ്ട് എന്ന് പറയുന്ന ഫർദന്റെ മായന അല്ല ഇവിടെ ഉള്ളത്. ഒരു നിശ്ചിത വിഹിതം. ആ നിശ്ചിത വിഹിതം എത്ര ഉണ്ടായാലും 6 എണ്ണാന്ന് കാണുക. അത് വേഗം മനസ്സിലാക്കാൻ വേണ്ടി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആദ്യത്തെ ബെൽറ്റ് എടുക്കുക, 2/3. അടുത്തതായിട്ട് അതിന്റെ പകുതി എടുക്കുക. അപ്പൊ എത്രയാവും? 1/3. അടുത്തത് അതിൻ്റെയും പകുതി എടുക്കുക. അപ്പൊ എത്രയായി? 1/6. അപ്പൊ 3 പകുതി അടുത്ത് തീർന്നു. 2/3, 1/3, 1/6. 1/6, 1/3 വലുത്. അല്ല, പണ്ട് ഇവിടെ ഒരു സിമെന്റ് കോരുന്നൊരു പെണ്ണുങ്ങൻ പറഞ്ഞു, നമ്മളെ മേസ്തരി എന്ന് പറഞ്ഞാൽ 1/6 ചേർക്കല്. അതുകൊണ്ട് എനിക്ക് സിമെന്റ് ലാഭം. മറ്റേ 1/8 ചേർക്കുള്ളൂ. നമുക്ക് ഏതാ ലാഭം? ഈ കണക്ക് തിരിയാത്താണോടല്ലേ ഇല്ലാതെ പോയത്തം പറയാൻ പാടുള്ളൂ. കണക്ക് നമുക്ക് നല്ലോണം അറിയാം. ഭിന്നസംഖ്യ കൂട്ടാനും കിഴിക്കാനും വരിക്കാനും ഹരിക്കാനും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഫറാഗ് നടക്കൂല. ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ 1/2, 2/3 ഒക്കെ പറഞ്ഞ ദശാംശം എന്താക്കണം? ഇപ്പം കാൽക്കുലേറ്ററിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതെന്താക്കണം? മറ്റേ പോയിന്റിലേക്ക് മറിക്കണം. 1/2 എവിടെ ഉണ്ടാവില്ല? കാൽക്കുലേറ്റർ കിട്ടൂല. അപ്പൊ 1/4 എന്ന് പറഞ്ഞാൽ 0.25 എന്ന് എഴുതേണ്ടി വരും അല്ലേ? അപ്പൊ 0.25 എന്ന് പറഞ്ഞാലും 1/4 എന്ന് പറഞ്ഞാലും മുസാവിയാണ്. രണ്ട് ഇബാറത്തുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ശരിയില്ലേ? അപ്പൊ ഒന്നാമത്തെ വാരിസ്യങ്ങൾ ആരാണ്? ഫർദിന്റെ അഹ്ലുകാർ. ഇനി 6 ഫർദല്ല ഖുർആനിൽ പറഞ്ഞത്. ഇനി മറ്റേതാണ്? അടുത്തത് പകുതി. പകുതിന്റെ പകുതി 4/1, അതിന്റെ പകുതി 8/1. എത്ര പേങ്ങനെ? 2/3, 1/3, 1/6, 1/2, പിന്നെ 1/4, 1/8. ഇതാണ് ഖുർആനിൽ പറയപ്പെട്ട ഫുറൂള്. ഈ വിഹിതക്കാർക്ക് എന്താക്കും? ആ വിഹിതം തന്നെ കിട്ടും. പക്ഷേ അതിനെ തടയുന്ന ആളില്ലെങ്കിൽ എന്താ തടയല്? തടയൽ 2 തരത്തിലുണ്ട്. ഹജബ്, ഹിർമാന് എന്ന് പറഞ്ഞാൽ ആ ആളുണ്ടായാൽ ഇയാൾക്ക് ഒന്നും കിട്ടൂല. അങ്ങനെ വിഭാഗമുണ്ട്. അതാണ് ഹജബ്. ഹജബ് എന്ന തടയൽ, ഹിർമാൻ. മറ്റേക്കൊന്നും കിട്ടാണ്ട് ഇന്നാലുണ്ടാകുമ്പോൾ ഇന്നക്ക് തീരെ കിട്ടൂല. ഹജബ് നുക്സാന് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇയാൾ തടയും, പക്ഷെ നേരെ പകുതിയായി മാറും. ഉദാഹരണത്തിന് ഒരു ഭാര്യ മരിക്കുന്ന അവസരത്തിൽ ഭർത്താവിന് എത്ര കിട്ടും? എല്ലാം 1/2 അല്ലേ ഭർത്താവിന്. ഈ പെണ്ണുങ്ങൾക്ക് മെച്ച പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങൾക്ക് മക്കളുള്ള കാരണത്തിന് എന്താക്കും? ഭർത്താവിനടുത്ത് നേരെ പകുതിയായിട്ട് മാറും. 4/1 ചുരുക്കും. അതിനാണ് എന്താ പറയുക? തീരെ കഴിയൂല. ഹജബ് നുക്സാൻ 50% ചുരുങ്ങും. ഇനി തിരിച്ചു വെക്കുക. ആരിപ്പം മരിച്ചാള്? ഭർത്താവ് മരിച്ചാല് ഈ മരിച്ചുപോയ ഭർത്താവിന്
മക്കള് ഇല്ലെങ്കിൽ എത്ര കിട്ടും? 1/4 കിട്ടും. മക്കളുണ്ടോ? 1/8 ആകും. അപ്പൊ നേരെ 50% ആ മക്കൾ തടഞ്ഞല്ലോ, നുക്സാനായി. അങ്ങനെ പല സൂറത്തും വരും. എങ്ങനെയായാലും ആ ഫർദിന്റെ ഒരു വിഹിതം കിട്ടാണ്ടിരിക്കൂല. അത് ഹെർമാൻ വരും. അതായത് അതിനേക്കാണ് അക്രബ് വന്നാൽ. അപ്പൊ അതിന്റെ തഫ്സീലൊന്നും ഇവിടെ വരില്ല. അത് ഹദീസിൽ നിന്ന് ഫിഖ്, 4 മദ്ഹബിന്റെ ഫിഖ് എടുത്തോളണം. അതാണ് സ്വന്തം ഫിഖ് ഉണ്ടാക്കിയാലും പറ്റൂല, അത് എനിക്കേ പറ്റൂ. അപ്പൊ ഇതാണ് ഫർദിന്റെ അഹ്ലുകാര വിഹിതം. അതേ അവസരം അതെന്താണ്? 6 ഇവിടെ ഖുർആൻ എണ്ണിയിട്ടുണ്ടാവും. പിന്നെ അസബക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർദിന്റെ അഹ്ലുകാർ ഉണ്ടായിരിക്കുമ്പോൾ എന്താക്കും? ഓറെ കൊണ്ട് ഓഹരി തീർന്നെങ്കിൽ അസബക്കാർക്കൊന്നുമില്ല. വിരുന്നുകാർ വന്നിട്ട് ചോറ് തേച്ചും പേച്ചാൽ അടുക്കളയിലെ പെണ്ണുങ്ങൾക്ക് പട്ടിണി അല്ലേ? വിരുന്നുകാർ ആരും വന്നിട്ടില്ലെങ്കിൽ എന്താക്കും? ചോറ് മുഴുവനും പെണ്ണുങ്ങൾക്ക് ഉണ്ടോ? കഴിച്ചു ബാക്കിയുണ്ടെങ്കിൽ തുടച്ചിട്ടെടുക്കാം. ഇതാണ് അസബക്കാർ സ്ഥിതി. എങ്ങനെ? ഫർദിന്റെ അഹ്ലുകാരെ കൊണ്ട് സ്വത്ത് തേച്ചും തീർന്നെങ്കിൽ അസബക്കാർക്ക് ഒന്നുമില്ല, നത്തിങ്. ഫർദിന്റെ അഹ്ലുകാർ ആരുമില്ലെങ്കിൽ മുഴുവൻ അസബക്കാർക്ക്. ഇനി ഉണ്ട് കഴിച്ചു ബാക്കി അസബക്കാരോട് കിട്ടും. അപ്പൊ 3 സൂറത്ത് അവിടെ വരും. ഫറാദ് വിശാലമായി പഠിക്കേണ്ട പ്രത്യേക ഫന്നം. അപ്പൊ ഇത് മനസ്സിലായില്ലേ? അപ്പൊ അത് രണ്ടാളെ സൂചിപ്പിക്കാനാണ് വാലിദാനി അഖർബൂന എന്ന് പറഞ്ഞത്. അവരാണ് അനന്തരം കൊടുത്തു പോകുന്ന ആള്, സ്വത്ത് ഉപേക്ഷിച്ചിട്ട്. അതിൽ ലിദ്ദിജാലായിരിക്കും, പുരുഷന്മാരായ വാരിസ്യങ്ങളായിരിക്കും. അങ്ങനെയല്ല ഓറല്ല ഓഹരി വാങ്ങലി പെടൂല. ഇല്ലല്ല. ആമ്മ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അഹസ് ഒട്ടുള്ളൊന്നില്ലല്ലോ. ഈ ഹയവാന എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനാന്ന് കിട്ടുമോ? ഇതൊരു ഹയവാനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇൻസാനാണ് അല്ലെങ്കിൽ പശുവാണെന്ന് കിട്ടുമോ? അപ്പൊ ഹയവാൻ ആമ്മല്ലേ. ആമ്മ പറഞ്ഞുകൊണ്ട് എന്താവൂല? ഖാസ് കിട്ടൂല. ഖാസ് ആമിനെ ലാസിമാക്കും. അങ്ങനെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഹയവാനേ മനുഷ്യനുണ്ടാവുള്ളൂ. അപ്പൊ ഖാസ് എന്താക്കും? ആമിനെ ലാസിമാക്കും. ആമ്മ എന്താക്കൂല? ഖാസിനെ ലാസിമാക്കൂല. എന്താ മന്ദിക്ക് ഇവിടെ കുടിക്കാനേ ഇല്ല എന്ന് പറഞ്ഞു. എന്നുണ്ട് ചായ ഒന്നുമില്ല. ചായ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടോ കുടിക്കാനുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടോ അത് ചായ ആണെന്ന് വരില്ലല്ലോ. കാപ്പി വാകാം, സർബത്ത് വാകാം, പച്ചവെള്ളുവാകാം, എന്തുവാകാല. ഇത് ഖാസ് ആമിനെ ലാസിമാക്കും. അതുകൊണ്ടല്ല ഖാസായിനി. എന്തുകൊണ്ട്? ആമ്മ അതിന്റെ കൂടെ അതിന്റെ ഫസലും കൂടെ കൂട്ടിയോണ്ടല്ലേ ഖാസായിനത്. അതിന്റെ ദിന്നില്ലല്ലേ. എങ്ങനെ ലാസിമാക്കല് പറഞ്ഞിട്ട് ഇവിടെ കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞോണ്ട് ചായ ഉണ്ടെന്ന് കിട്ടുമോപ്പാ എന്ന് പറഞ്ഞിട്ടൊന്ന്? ഇവിടെ കുടിക്കാൻ വേണ്ടേ എന്ന് പറഞ്ഞത് കൊണ്ട് ചായ ആണെന്ന് വരുമോ? ഖാസ് ഉണ്ട് എന്ന് പറഞ്ഞ ആമുണ്ടാവും. ഇസ്ബാത്തിലും നഫീലും വ്യത്യാസം ഉണ്ടാവും. ആമ്മ നഫീ ചെയ്താൽ ഖാസ് പോവും. ഖാസ് ഇസ്ബാത്ത് ചെയ്താൽ ആമ്മ വരും. ആമ്മ ഇസ്ബാത്ത് ചെയ്തുകൊണ്ട് ഖാസ് വരൂല. റസൂലും നബി എടുത്ത് നോക്കട്ടെ, ഏതാ ഖാസ് ഏതാ ആമ്മ? റസൂല്. ഇവിടെ നബി ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് വന്നത് റസൂലാന്ന് വരൂലല്ലോ. നബി ഇല്ലാന്ന് റസൂലില്ല. കാരണം നബീന്റെ കൂടെ വേറെ ഖാസത്ത് കൂട്ടിയിട്ടല്ലേ റസൂലായിനി. അതിനൊക്കെയാണ് മന്ദിക്കൊണ്ടൊക്കെയാണ് കളിക്കാൻ പറഞ്ഞത്. ഇനി അപ്പൊ പുരുഷന്മാരൊക്കെ ഓഹരി ഉണ്ടെന്ന് പറഞ്ഞു വന്നു. വെറുതെ സമയം ഉണ്ട്. റൂവിയ അന്ന ഔസബിന് സാമിത്ത് റളിയല്ലാഹു അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഓറുണ്ടല്ലോ അൻസാരിയാണ്. ഖല്ലഫ സൗജത്തഹു, ഭാര്യനെ ഒഴിച്ചിട്ട് എന്ന് വെച്ചാൽ മൂപ്പറ് മരിച്ചുപോയി. ആരാ സൗജത്ത്? ഉമ്മുക്കഹ. പിന്നെ വസലാസു ബനാത്തിൻ വസലാസ എന്നല്ലേ ഖല്ലഫ സൗജത്തഹു. 3 പെമ്മക്കളുണ്ട്. അപ്പൊ ഓഹരിക്കാർ ഇപ്പത്തിനെയും ഭാര്യയും 3 പെമ്മക്കളും. ഫദബ ഇബ്ന അമ്മിഹി സുവൈദുൻ വഉർഫത. ആരെ? അമ്മിന്റെ മക്കള്
ആരുടെ ഈ മരിച്ചുപോയ ഔസിൻ്റെ 2 മക്കളുണ്ട്, ആ മക്കൾ സുവൈദ് ഉറഫുത്ത. അവർ എന്താക്കിണ്ടറിയോ മുഴുവനും ഭാര്യ മീറാസഹൂന്ന്. അപ്പം ആർക്കില്ല, പെണ്ണുങ്ങൾക്കുമില്ല മക്കൾക്കുമില്ല. അൻഹുന്ന ഇവരെല്ലാം ഇട്ടിട്ട്. അതെന്താ? അല സുന്നത്തിൽ ജാഹിലിയായ്മ എത്തേടെ എങ്ങനെയാണ്? ഇപ്പം ജാഹിലിക്ക് തിരിച്ചു വന്നു. കയ്യൊക്കെയുള്ള ആളെ ഭാര്യയിൽ ഫഇന്നഹും മാ കാനൂ യുവദ്ദിസൂന നിസാഅ വല്ലത്തുഫാൽ. ഈ ജാഹിലിയ സ്വഭാവം എന്താണ്? പെണ്ണുങ്ങന്മാർക്ക് അവകാശം കൊടുക്കൂല, അത്തുഫാൽ കുട്ടികൾക്കും കൊടുക്കൂല. അപ്പം ഇവർ ഒഴിവാക്കി. വയഖൂലൂന ഇന്നമാ യരിസു മൻ യുഹാരിബു വയറുബ്ബു അനിൽ ഹൗസ. അവരെന്താ പറയുന്നറിയോ? അനന്തരം കൊടുക്കല് യുദ്ധത്തിന് പോകുന്നവർക്ക്. പെണ്ണുങ്ങളോ കുട്ടികളോ യുദ്ധത്തിന് പോകില്ലല്ലോ. അതുപോലെ നമുക്ക് എന്തെങ്കിലും അപകടമെല്ലാം ശത്രുക്കൾക്ക് വരുമ്പോൾ അവർ തടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് എന്താക്കൂ, ഓഹരി കൊടുക്കൂ എന്ന് പറഞ്ഞു. അതിന് പെണ്ണുങ്ങന്മാർ ഇവരെയും പറ്റൂല. ഫജാഅത്ത് ഉമ്മുകഹ, പെണ്ണുങ്ങൾ എന്താക്കി വിട്ടുകൊടുത്തില്ല. ഓർ വന്നിട്ട് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫശക്കത്ത് ഇലൈഹി, ഈ കേസ് അടവപ്പിച്ചു. ഫഖാല, തങ്ങൾ പറഞ്ഞ് ഇർജിഇ, നീപ്പം തൽക്കാലം പോയിട്ട് നിൽക്ക്, ഹത്താ അൻദുറ യുഹദിസുല്ലാഹ്, ഈ വിഷയത്തിൽ അല്ലാഹു തആല എന്താണ് വഹയിറക്കുന്നത് ഞാൻ കാത്തിക്കുന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പേര് അറിയിക്കാം. ഇപ്പം ആഡംബരത്തെ കാത്തിക്കണ്ടല്ലോ, അപ്പം വഹി വരിക എന്നോ പറയാൻ കഴിയില്ലല്ലോ. അപ്പം പെണ്ണുങ്ങളെന്താക്കി നീ പോയിച്ചു വന്നു. ഫനസലത് ഹാദിഹിൽ ആയ, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ഫബഅസ ഇലൈഹിമാ ലാ തുഫർരിഖ മിമ്മാ ലിഔസിൻ ശൈആ, അവിടത്തേക്ക് എന്താക്കി ആളയച്ചു. ആ സ്വത്ത് ആർക്കും വീതിച്ചെടുക്കാൻ പാടില്ല, ഞാൻ എൻ്റെ വിധി പറഞ്ഞിരുന്നു. വീതിച്ചെടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പണിയല്ലേ, അത് ചിലവായി പോയി എന്ന് പറഞ്ഞെങ്കിലോ. ഏത് എല്ലാം പിടിച്ചെടുത്താളുടെയൊക്കെ അയക്കണ്ടേ? അതെ, അമ്മിൻ്റെ 2 മക്കളല്ലേ പിടിച്ചെടുത്തേ, സുബൈദും ഉറപ്പത്തിയും. അതാണ് ഫഇന്നല്ലാഹ ഖദ് ജഅല ലഹുന്ന നസീബാ, പെണ്ണുങ്ങന്മാർക്ക് അല്ലാഹു തആല ഓഹരി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജാഹിലിയത്തെല്ലാം പൊളിഞ്ഞു. എന്നിട്ടോ വലം യുബയ്യിൻ, അത് എന്താണ് എന്ന് തൽക്കാലം പറഞ്ഞു കൊടുത്തില്ല. എന്തുകൊണ്ട്? ഓഹരി ഉണ്ട് എന്നതിലൂടെ പറഞ്ഞിട്ട് എത്ര കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അതിനും തങ്ങൾക്ക് വഹി വരണം. ഇനി ഫനസല യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, അതിൻ്റെ അപ്പുറം എന്താക്കുന്ന ഓഹരി പറയുന്നുണ്ട്. ആണിന് എത്ര കൊടുക്കേണ്ടത്, പെണ്ണിന് എത്ര കൊടുക്കേണ്ടത്, സൗജിന് എത്ര കൊടുക്കണം, സൗജത്താണ് എത്ര കൊടുക്കണം എന്നെല്ലാം വിശദീകരണം പറയും. അപ്പോൾ ഇവിടെ ഓഹരി ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓഹരി ഉണ്ട്, അതാരും വീതിക്കാതെ കണ്ട് അവിടെ വെക്കുക, ആയത്തിറങ്ങും. അപ്പോൾ 2 വട്ടം ആയത്തിറങ്ങിയിട്ടുണ്ട് വിഷയത്തിൽ. ഒന്ന് ഇജ്മാല്, മറ്റൊന്ന് തഫ്സീൽ. ഏതാ ഇജ്മാല്? ലിദ്ദിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. നമ്മുടെ സംഭവത്തിൽ വലിനിസായി വരുന്നുണ്ട്. വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. അതിന്റെ തഫ്സീൽ എവിടെ? യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും എന്നത് ഇജ്മാലിന്റെ തഫ്സീലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഫഅത ഉമ്മകഹ, ഉമ്മകഹക്ക് എന്ത് കൊടുത്ത്? അസുമുന, 1/8 കൊടുത്ത്. ആ ഭർത്താവിന് മക്കളുണ്ടല്ലോ, 8-1 കൊടുത്തു. പിന്നെ 3 പെമ്മക്കളല്ലേ, 2 2 കൂടുതലോ പെമ്മക്കളാണെങ്കിൽ സുലുസാനിയ കൊടുക്കണ്ടി. 2 2 കൂടുതലോ പെണ്ണുണ്ടെങ്കിൽ ഒറ്റ പെണ്ണ് മാത്രമാണ് പകുതിയ കൊടുക്കുക. 2 2 കൂടുതലും അത് 100,000 കുഴപ്പമില്ല. അല്ലാണ്ട് ഓരോരുത്തർക്കും സുൽത്താനി കൊടുത്താൽ എത്തൂലേ. ആ, അതാ ആ പെമ്മക്കളെ ജിൻസ്. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 3 ആ സുലുസൈന് 2/3 എടുത്ത്. അപ്പൊ എത്ര പോയി? 8-1 പോയി, 2/3 പോയി. ആ, അവ എത്ര ഒട്ടാകത്തിന് ഓഹരി വെച്ചിട്ടുണ്ടാവും നമുക്ക്? ഇത് കണക്കൂട്ടാൻ എന്താ വേണ്ടി? 1/8 അല്ലേ? പിന്നെ 2/3. ആ, അപ്പൊ 24 ലസാവ് കൊടുത്തിട്ട് എടുക്കണം കിട്ടും. എങ്ങനെയാണ് ആന്ന് പറഞ്ഞ? എങ്ങനെ വന്ന് 1/8 8, 2/3 തമ്മിൽ എന്തായി? തബായുനാന്ന് എന്ന് പറഞ്ഞാൽ കിട്ട 2 3 24 ഓഹരി വെക്കണം. എന്നിട്ടോ 24 എടുക്ക്, 1/8 എടുക്ക്. 12 കിട്ടിയാൽ 8 പോകുമോ?
24 തന്നെ വേണം, 8 പോവില്ല. തബായുനാകുന്ന അവസരത്തിൽ 2 സംഖ്യ തമ്മിൽ തമാസുല് എന്ന് പറഞ്ഞാൽ ഒരേ സംഖ്യ വന്നാൽ ഒന്നുകൊണ്ട് മതിയാക്കും. 1/3, 2/3 എന്ന് പറഞ്ഞാൽ ഒരു 3 എടുക്കേണ്ടി വരും. മറ്റൊന്ന് ഒന്നിലേക്ക് ലയിക്കുമോ നോക്കുക. അതിനാണെങ്കിൽ ലയിപ്പിച്ചിൻ്റെ പകുതി എടുക്കുക. 8ഉം 3ഉം തമ്മിൽ എന്തില്ല, തമാസുലുമില്ല, പിന്നെ തദാഖുലുമില്ല. തദാഖുൽ എന്ന് പറഞ്ഞാൽ 3 8ലും പോകില്ല, 8 3ലും പോകില്ല. അപ്പോൾ 3 24 കുടിക്കണം. ഇവിടെയാണ് ഭിന്നസംഖ്യൻ്റെ കണക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. ഭിന്നസംഖ്യൻ്റെ എന്തെല്ലാം തിരുമരണം എല്ലാം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം 3 8ൽ1 എന്ന് പറഞ്ഞപ്പോൾ 3 പോയി. പിന്നെ 2/3 അപ്പം എത്രയായി? 16 3 19 പോയി. 19 പോയില്ലേ? ഫർദിൻ്റെ അഹലുകാർക്ക് 19 പോയി. 19 കഴിഞ്ഞിട്ട് 20 21 22 23 25 എണ്ണം ബാക്കിയാണ്. 5 എണ്ണം എന്താക്കും? ബാക്കി അസംബക്കാർക്കും കൊടുക്കും. സിമ്പിൾ പരിപാടിയാണ്, മനക്കണക്കേ ഉണ്ടു. അതാ വൽ ബാക്കിയുള്ള 25 അതെന്താക്കി? ലീബിനയിൽ അമ്മിൻ്റെ 2 ആമക്ക് കൊടുത്ത് അസംബക്കാർക്ക് കഴിച്ചു ബാക്കി. ഫർദിൻ്റെ അഹലുകാരൻ കഴിഞ്ഞു, പിന്നെ അസംബക്കാർക്ക് കിട്ടി. അപ്പം ഇബിനയിൽ അന്മാരാണ് അക്രബൂനിയാണ്. മറ്റേത് അവർക്ക് ഉണ്ടാക്കും വാലിദേനി, ഒന്ന് സൗജത്താണ്. ഇനിയെത്തി വൽ മാന. ഈ ആയത്തിൻ്റെ മാനയെ പറയുന്നു. ലി റുക്കൂരി ഔലാദിൽ മയ്യത്തി, മയ്യത്തിൻ്റെ മക്കളെ കൂട്ടത്തിൽ നിന്നുള്ള ആമക്കളെയാണ് ലിർജാലി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഏടെ പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്കെല്ലാം കൊടുക്കണം, നല്ല കിട്ടുക. അപ്പം എന്താക്കണം? നിലാഫത്ത് മരിച്ചാളിലേക്ക് ചേർക്കണം. ഉമ്മാക്ക് ഇത്ര എന്ന് പറഞ്ഞാൽ മരിച്ചാളെ ഉമ്മാക്ക് എന്നാണ്. മകന് എന്ന് പറഞ്ഞാൽ മരിച്ചാളെ മകന് എന്നാണ്. പിന്നെ മുലാഫിനിലേക്ക് എന്താക്കണം? മയ്യത്ത് എന്ന് ആവർത്തിക്കണ്ട. മുലാഫിനിലേക്ക് ഏതായിരിക്കും? മരിച്ചാൾ. അതാ ഹല്ലുണ്ട് കായിനുൻ. എന്തിനാ കുട്ടീന്? ഹല്ലിൻ്റെ സിഫത്തായിട്ട് വരും. എന്തിനാ? അല്ലെങ്കിൽ നസീബിൻ്റെ സിഫത്താണ് ഇത്. മിമ്മാ തറക്കൽ വാലിദാനി എന്നുള്ളൊരു കൈതാണ്. അത് കൂട്ടിയണക്കണമെങ്കിൽ അവിടെ കായിനൊന്ന് കൂട്ടിക്കൊടുക്കണം. മനസ്സിലായില്ല? നസീബുണ്ട് എന്നല്ലേ? എന്തിൽ നിന്ന് നസീബ്? വളമ്പി ചോറ്റിൽ നിന്നാണോ? മിമ്മാ തറക്കൽ വാലിദാനിയിൽ നിന്ന് എന്ന് പറഞ്ഞ് അത് കൈതായിട്ട് വരണമെങ്കിൽ എന്താണ്? കായിരന്ന് കൂട്ടിക്കൊടുത്തെങ്കിലേ ജുംല ഇടങ്ങുള്ളൂ. അതെ, അതാ വൽ അഖറബൂന എന്ന് പറഞ്ഞാൽ മിൻ ദവിൽ ഖറാബത്തി ലിൽ മയ്യിത്തി, മയ്യിത്തിൻ്റെ ഖറാബത്തിയുടെ വക്കൽ നിന്ന്. അതാണ് ഇത് അഖറബൂന എന്ന് പറഞ്ഞത്. വൽ മുറാദു, എന്നിട്ടോ അകാരിമ്യങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കലല്ല. ഈ അനന്തരം കിട്ടണമെങ്കിൽ ചില നിബന്ധന വെക്കണം, ചില മാനികൾ വരും. അതുകൊണ്ടാണ് എന്താക്കുന്നത്? വൽ മുറാദുൽ മുത്തവാരിസൂന മിൻഹും, അതിൽ നിന്ന് അനന്തരം എടുക്കുന്ന ആളുകൾ. അക്കാരിമ്യങ്ങൾ എല്ലാവർക്കും കിട്ടും. ചിലപ്പോൾ ചിലരുണ്ടാകുമ്പോൾ ചിലർക്ക് തടയപ്പെടും. ചില ഇവനാ കൊന്ന ആളായിപ്പോയി, ഘാതകനാണെങ്കിൽ അവനക്ക് കിട്ടുകയില്ല. എല്ലാവരും കൊലപാതകത്തിന് കാരണക്കാരനായാലും മതി, കൊല്ലണമെന്നില്ല. അല്ല, അനന്തരം മക്കൾ നടക്കില്ല. അനന്തര മക്കളായ ആവൂല ഉണ്ടായി അതല്ലേ. അതുപോലെ മതം മാറി അങ്ങനെ പല മാനിയുണ്ടല്ലോ. അത് ഫറായിലിൻ്റെ ബാബിൽ തഫ്സീലായി പറയുന്നുണ്ട്. കൊലയോ കൊലക്ക് കാരണമാകുന്ന എന്തെങ്കിലും ഇവൻ്റാക്കുന്നതായ അനന്തരം കിട്ടൂല. എന്തുകൊണ്ടാണ്? ഇവനിക്ക് കിട്ടുമെന്ന് പാസ്സാക്കിയാൽ ഈ പൈസക്ക് മോഹിച്ചിട്ട് എന്തെങ്കിലും കാരണം ഉപയോഗിച്ചിട്ട് മറ്റവനെ കൊല്ലാൻ നോക്കും. ആരെങ്കിലും ദുരുദ്ദേശം വെക്കണ്ടെന്ന് വെച്ചിട്ട് എന്താക്കി ഇസ്ലാം ആദ്യം തന്നെ കണ്ടെത്തിയത്. അതാ മുത്തവാരിസിങ്ങളാരാ? വഹുമുൽ അബവാനി. അബവാനി ആരാന്ന്? മാതാപിതാക്കന്മാർ. അപ്പം മാതാവ് പിതാവ് രണ്ടാളില്ലേ? പിന്നെ ദൗജാനി ആരാണ്? ഭാര്യ ഭർത്താക്കന്മാർ. ഇബിന് ബിൻത്ത്, അതിൻ്റെ പാരമ്പര്യം ഇങ്ങനെ വരും. ബിന്ദിൻ്റെ മക്കൾക്ക് ഉണ്ടാവില്ല. ഇനി അടുത്ത് വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന നിസായിനാണ്. അതോടൊപ്പം അപ്പം തന്നെ ആണുങ്ങം ഭാര്യയത് ഫറായിദ് പ്രകാരവും അല്ല, അതിക്രമമാറ്റി കൈയടക്കിയതാണ്. അതുകൊണ്ട് അത് ഫറായിദാന്ന് പറഞ്ഞുകൂടാ. എന്താ നിസാ എന്ന് പറഞ്ഞാൽ ജമാഅത്തിൽ നിനാസീൻ, പെണ്ണുങ്ങളെ ജമാഅത്തിൽ നിന്ന് ഓരോ പെണ്ണിനും കൊടുത്താൽ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ തീരൂല.
നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി അതിൽ തന്നെ ഒന്നും കൂടെ ചെല്ലിലാക്കുന്ന മിമ്മാ കല്ല മിൻഹു ഔ കസ്റാന്ന്. ഈ മാ തറക്കൽ വാലിദാനിയിൽ ചെറിയ എന്തെങ്കിലും ഉണ്ടാവും ഒരു തുക. ഇത് ഓഹരി വെച്ചിട്ട് എന്താ മിമ്മ അങ്ങനെ എത്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എന്നാലും ഇതേ ഓഹരി വേണം. തളിപ്പറമ്പ് ഒരാൾക്ക് ഉമ്മാക്ക് കൊടുത്തിട്ട് പോലും 1.5 സേറായി ആരോ ഫിത്ർ സക്കാത്തിൻ്റെ വകയിട്ട്. രണ്ടാളും ഒരു പെണ്ണും ഉണ്ട്. അപ്പം അവിടെ നിർത്തി മറാടി പിരിഞ്ഞവിടെ വരക്ക് വന്നിട്ടോ നീ കൊടുത്തോ 1.5 സേർ അരിയും കൊടുക്ക്. 2 2 4 1 5 ഓഹരി വെക്കണം. 1.5 സേർ അരി. ഇവർക്കാണെങ്കിൽ ബാങ്കിൽ കെട്ടിക്കിടക്കുന്ന പണങ്ങളുണ്ട്. 5 ഓഹരി വെച്ച് 2 ഓഹരിയെ ടൗലിൽ കെട്ടിക്കൊണ്ടുപോയി. 2 ഓഹരി ടൗലിൽ കെട്ടി ദൂരം കൊണ്ടുപോയി. കുറച്ചുണ്ടാക്കാൻ അതിൻ്റെ പകുതിയിലുണ്ടാവില്ല. അത് നീ കഞ്ഞി കുടിച്ചേ. ഒരു ചെയ്ത ന്യായാന്ന്. പക്ഷെ ബോഹലിൻ്റെ കടുപ്പുണ്ട് അതിനുള്ളിൽ. 1.5 കിലോ നരി ഉണ്ടാകില്ല. ഒരു സായിന് കൊണ്ട് 2.5 കൂട്ടിക്കോ. ഒരു സായ തേച്ചുണ്ടെങ്കിൽ അപ്പം 2 2 4 1 5. അപ്പം 100 100 50. ഇല്ല, കിട്ടൂല. ഒരു ഓഹരിക്ക് വ്യത്യാസമുണ്ട്. ആണും പെണ്ണും ഒരുമിച്ചുണ്ടാകുമ്പോൾ അസബക്കാറായിട്ടല്ലേ പോവുക. ചിലപ്പോൾ പുറത്തിൻ്റെ അവകാശം എന്താക്കും, വേറെ അസബക്കാർ കൂടിയാൽ പെണ്ണ് അസബയായിട്ട് മറിയും. ഒറ്റ പെണ്ണ് കൂട്ടും. ഒറ്റ പെണ്ണ് പകുതി കിട്ടുന്ന ഫർദിൻ്റെ ആളാണ് അല്ലേ. അതിൻ്റെ ഒക്കെ ഒരു ആങ്ങള ഉണ്ടെങ്കിൽ ഇവളെ പോയി. ഇവളെ ആങ്ങൾക്ക് അസബയാകലാണ്. അപ്പം എന്താക്കും, നേരെ 1/2 കിട്ടിയ സ്ഥാനത്ത് 2 2 1. അപ്പം 3 1 ചുരുങ്ങി. അപ്പം ആങ്ങളെ വന്നുകൊണ്ടെന്താക്കി ഫർദിൻ്റെ അവകാശികളെ കൺവെർട്ട് ചെയ്തു. ഇനി 4 എണ്ണം കുട്ടിക്കോ 2 ആണും ഒരു പെണ്ണും കൂടെ വന്നു. ഒരു പെണ്ണിന് പകുതി കിട്ടുമായിരുന്നു. 150 അല്ലേ. 2 ആണുങ്ങൾ വന്നാൽ 2 2 4 1 5 ചുരുങ്ങി. അപ്പം ഫർദിൻ്റെ അഹലുകാർ എന്താക്കും, ചില അവസരത്തിൽ അസബയിലേക്ക് മറിയും. അപ്പം മിമ്മ കല്ല മിൻഹു ഔ കസുറ. എത്ര അതിൽ നിന്ന് എത്ര ചുരുങ്ങിയാലും ശരി, എത്ര ഏറിയാലും ശരി. അതെന്തിനാ ഫായിദത്തു ദിക്രിഹി. ഇതെന്തിനാ പറയുന്നത്? ദഫ്ഉ തബഹും ഇഖ്തിസാസി ബഅദിൽ അംവാലി ബിബഅദിൽ വറസതി. കണ്ടോ, ഈ അവകാശത്തിൽ നിന്നുള്ള മാലിൽപ്പെട്ട ചിലർക്ക് പ്രത്യേകമാണ് എന്നൊരു തോന്നലുണ്ടാവും. ഉദാഹരണത്തിൻ്റെ പറ കൽ ഖൈലി, കുതിര. അപ്പം കുതിര എന്താക്കും, ഓഹരി വെച്ച് പെണ്ണിന് കൊടുക്കൂല എന്ന് തോന്നിയപ്പോൾ എല്ലാം ഓഹരി വെച്ചോളണം. കുതിര എന്തിനാ പെണ്ണിന്? കാർ എന്തിനാന്ന് പെണ്ണിന്? ഓരോടെ ഓടിക്കാൻ അറിയാം, നമുക്കെല്ലാം അടിക്കാൻ അറിയുന്നു. അങ്ങനെ എന്താക്കും തോന്നിയേക്കോ. അതുപോലെ വാലാത്തിൽ ഹർബി, ഈ യുദ്ധത്തിൻ്റെ ആലാത്തുകളുണ്ട്, സാമഗ്രികൾ. ലിദ്ദിജാലി, അതൊക്കെ പുരുഷന്മാർക്കാന്ന് പറയും. അതാണ് ആ തോന്നൽ തടുക്കാനാണ്. എന്തുണ്ടെങ്കിലും കളിയില്ല, അതുപോലെ കൂടുതലുണ്ടെങ്കിലേ ഓഹരി വെക്കണ്ടോ, പറഞ്ഞ ഓഹരി വെക്കണ്ടെന്നൊരു തോന്നലുണ്ട്. ഇപ്പൊ 1.5 സേർ ഓഹരി വെച്ചില്ലേ. ഈ ആണ് പെണ്ണ് എന്നുള്ള മക്കൾ അവകാശികളുണ്ടല്ലോ, ആ 2 ഫരീഖിൽപ്പെട്ട ഓരോരുത്തർക്കുമുണ്ട് ഹക്കുണ്ട്. മിൻ കുല്ലി മാ ജല്ല വദക്ക, ഏറിയതിലുണ്ട് കുറഞ്ഞതിലുണ്ട്. അപ്പം 2 ഫായിദയാണ് മിമ്മാ കല്ല മിന്നു ഔ കസ്റ എന്ന് പറഞ്ഞതിൽ. അപ്പോൾ ഓരോന്നിലും ഓരോരുത്തർക്കും അവകാശമുണ്ട്. സമ്പത്ത് കൂടിയാലും ഓഹരി വെക്കണം, കുറഞ്ഞാലും ഓഹരി. ഒറ്റ ഉറുപ്പിയേ ഉള്ളൂ. എന്നാൽ അതിനൊക്കെ ഓഹരി വെച്ചോ, ചില 10 വിശേഷം കിട്ടും, മുട്ടായി വാങ്ങാം. അത് നസീബം മഫ്റൂള എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട നസീബ്. അതാണ് ഇത് 2/3, 1/3, 1/6. പിന്നെ 1/2, 1/4, 1/8. അത് വരുന്ന കോലം ശേഷം പറയും. ഐ നസീബൻ മഖ്തൂഅൻ മഫ്റൂദൻ വാജിബൻ ലഹും. അവർക്ക് നിർബന്ധമായി കൊടുക്കേണ്ടത്. അതെന്തിൻ്റെ? ഐ മഫ്റൂദാൻ്റെ ഒരു മാനേജറാണ്. അതായത് കൊടുത്തില്ലെങ്കിൽ ഇവനെ ശിക്ഷിക്കപ്പെടും, ചോദ്യം ചെയ്യപ്പെടും എന്ന് വരുത്തുന്നൊരു ഫർളുണ്ടല്ലോ. ആ മാനിയും വരണം. ഫർളായി എഫ്രീദ് എന്ന് പറഞ്ഞാൽ ഇത്തത് തരാന്ന് നിശ്ചയം വെക്കലുണ്ടല്ലോ. അത് 2 കൂടി പെടുത്താൻ എന്താക്കിയ മഖ്തൂഅൻ മഫ്റൂദൻ വാജിബൻ ലഹും എന്ന് പറഞ്ഞു.
ആ ഓഹരി എന്താണ്? സ്വത്തിൽ നിന്ന് നിശ്ചിത ഒരു ശതമാനം ഉണ്ടാകും. അത് അത് തിരിയും. കാരണം ഇത്ര സ്വത്തുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഏതാണ്ട് ഉറപ്പാക്കാൽ ഇത്ര ഇട്ടുകൂടും. അതാ മക്കുത്തുവാൻ. അല്ലെങ്കിലോ എന്താ സംഭവിക്കാന്ന് തിരിയില്ല. വാജിബല്ലഹും എന്ന് പറഞ്ഞാൽ മറ്റേ ഫിഖ്ഹിൽ പറയുന്നൊരു ഫർളില്ലേ, അതും പെട്ടു. വഫീഹി ദലീലുൻ അലാ അന്നൽ വാരിസ ലൗ അഅറദ അൻ നസീബിഹി ലം യസ്ഖുത് ഹഖ്ഖുഹു. ഇതിലൊരു ദലീലുണ്ട്, വാരിസ് എന്താക്കുന്ന നസീബ് വാങ്ങാനൊന്നും വന്നില്ല, എന്നാലും അവൻ്റെ ഹക്ക് സാക്കിത്താകുന്നില്ല. ഹക്കാടുണ്ടാവും, വാങ്ങാണ്ട് പോയി വല്ല ചിന്തിക്കുന്നേ ഇല്ല. എന്നാൽ എപ്പോഴാണ് ഓഹരിയൊക്കെ നടന്നത് ബോനിക്ക് അതിന് അവകാശം നിലനിൽക്കുന്നുണ്ടാവും. ഇനി അവകാശമില്ലാത്ത ചില ആളെന്താക്കും, പൈസ ഓഹരി വെക്കുന്നതെന്ന് പറഞ്ഞപ്പം വരും, ഓർക്ക് അവകാശം ഇല്ല എന്തായാലും. എന്നാൽ ഓറെ വെറുതെ ബടിയാക്കണ്ട, എന്തെങ്കിലും ഓർക്ക് സംതിങ് കൊടുക്കണം. പണ്ട് മാട്ടൂല് ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ സ്വത്ത് ഓഹരി വെച്ചാൽ വേദാമ്പർത്തും. അപ്പോൾ അവകാശം ഇല്ലാത്ത കുറേ പാവപ്പെട്ടാറെല്ലാം വന്നാണ്. ഇതിൽ നിന്ന് അവകാശം കൊടുക്കാൻ പറ്റുകയും ചെയ്യില്ല. അപ്പോൾ അവരോട് കാരണം പറഞ്ഞെടുത്ത് ഇന്നാളുള്ളത് കൊണ്ട് അതിനപ്പോൾ കംപ്ലീറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വലിയ കാലിയാർക്ക തങ്ങളെ കുറേ അമ്മോശൻ അല്ല ഉപ്പാൻ്റെ അമ്മോശൻ്റെ ഉപ്പ വലിയ കാലിയാർ മൂപ്പർ പറഞ്ഞു, ഞാൻ പരിശോധിക്കട്ടെ എന്ന് 3-4 ദിവസം അവിടെ വെച്ചെല്ലാം അടിച്ചു പറക്കി എന്നിട്ട് ഒപ്പിട്ടാണ് ജോഹരി ശരിയെന്നൊക്കെ. എന്നിട്ട് ആടകളെല്ലാം വിളിച്ചു കൂട്ടിയപ്പം കുറേ ഇന്ന് പള്ളിയിൽ നിന്ന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ഒരാൾ പറഞ്ഞു. ഇവർക്ക് അവകാശമില്ല. അപ്പോൾ ഒരാളോട് പറഞ്ഞു കൊടുത്ത്, ഉപ്പയും ഉമ്മയും മൊത്തം ഷക്കീക്കായ അസുള്ളത് കൊണ്ട് നിങ്ങളാരാന്ന് മഹജൂബ. മഹജൂബ് എന്ന് പറഞ്ഞാലോ ഓഹരി കിട്ടൂല. അങ്ങനെല്ലാം പറഞ്ഞെടുത്ത് മനസ്സിലാക്കി കൊടുത്തു. അല്ലാണ്ട് ഞാനും ഉപ്പാര മോൻ തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട. അതെന്താക്കി അതിൽ നിന്ന് നിങ്ങൾ ആ ചില്ലറയില്ലേ ഇപ്പോൾ ഒന്ന് ഞാൻ കൊടുത്തു, ആ റൗണ്ട് ഫിഗർ ഇങ്ങെടുത്തോ. അങ്ങനെല്ലാം കൂടെ കുറച്ച് പൈസ അവർക്ക് ഒപ്പിച്ചു കൊടുത്തു. വെറുതെ ഹൈബാക്കണ്ട. അത് ഇവരെ പക്കത്ത് കിട്ടുന്ന സദക്ക തബറുആണത്. തേച്ചു എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഉണ്ടാവും ഫിതനക്കാർ കയറുന്നു. എന്താണ് അല്ലപ്പാ നീ ആ ഉപ്പാരം മോനല്ലേ? അതെ. നീക്കൊക്കെ കൊടുത്തിട്ട് നീക്ക് വന്നിട്ടില്ലല്ല. ആ നീ അവകാശിയാണല്ല. ഉപ്പത്തെ സഹോദരൻ അവകാശി ആവുമല്ല. ഷക്കീക്ക് ഉണ്ടാകുമ്പം കിട്ടൂലെങ്കിലോ എപ്പെങ്കിലും അവകാശി ആവുമല്ല. അതേ അവസരത്തിൽ കാരണവറോ സ്വത്തിൽ വലിയവർക്ക് അവകാശം ഉണ്ടാകും, സ്വത്തവകാശം കാണൂല. പക്ഷെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ട ഇതല്ല മൂലക്കമ്മറ പണി. അതിനോട് എന്നൊക്കെ തുരപ്പ് വെച്ച് നോക്കുമ്പോൾ കാരണവറോ സ്വത്ത് മേജോനിക്ക് കിട്ടൂല, തിരിച്ചും കിട്ടൂല. ഇപ്പം കിട്ടിയടയെന്നറിയോ, ഈ മരിച്ചുപോയ കാരണം ഓർക്കൊരു പങ്കുണ്ടായിരുന്നു. ആ ആങ്ങളെൻ്റെ വക്കെന്നുള്ള പങ്ക് കിട്ടുന്ന ഓഹരിയാണ്. ആ പങ്കം അങ്ങനെ മരിച്ചപ്പം പങ്ങളെ മക്കൾ കൊടുത്തേന്ന്. അപ്പം കുടുംബം വന്നെന്ന് നോക്കിയാൽ ആരാ ഈ കാരണവറോ സ്വത്തും ഇരുവനിക്ക് കിട്ടിയെന്നാ വരിക. ശരിക്കും അവിടെ ഉള്ളത് എന്താണ്? ആങ്ങളുടെ സ്വത്ത് പങ്ക് കിട്ടിയതാണ്. ഇതപ്പുറം പറ്റി വിരിവിരിയാക്കുന്നു. അപ്പുറം പോയി എന്നപ്പം കാരണവറോ സ്വത്ത് മേയൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ ഒരു ഉപ്പാരേട്ടന്മാർക്ക് മക്കയില്ല. അയാളെന്താക്കി? അയാളെന്തോ മാങ്ങിയിട്ട് കേശയിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെയാക്കി നോക്കി. അല്ല, കാരണവറെ വെക്കുന്നത് പൊങ്ങക്കും മറ്റേ ഇവർക്കും കിട്ടൂല, മെരിയുള്ള പൈസ കാരണവർക്കും കിട്ടൂല. അവർ അവകാശികളല്ല. പിന്നെ ആരുമില്ല. ഞാൻ അവർ ദബുൽ റഹാമില പെടുക. ആരല്ല? ഫർദിൻ്റെ അവകാശിയുമല്ല, അസബയും അല്ല. പിന്നെ ദബുൽ റഹാം കഴിച്ച് ബാക്കി ആർക്കും വാങ്ങാൻ അവകാശമില്ലെങ്കിൽ അവർ എന്താകും? കൺവെർട്ട് ചെയ്തിട്ട് ദബുൽ റഹാമിനെ ഓഹരിക്കാറാക്കാൻ പറ്റുമോ എന്ന് ഇജ്തിഹാദിയായ മസാല പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താക്കും? പിണറായിക്ക് കൊണ്ടുവരും, നാടുവാഴിക്ക് കൊടുക്കണമെന്ന് പറയും. അതിനാക്കണം നല്ല കുടുംബക്കാർക്ക് കൊടുക്കല്ലേ. നമ്മൾ ദബുൽ റഹാമിൽപ്പെട്ട ആരെന്താക്കും? അടുത്ത അവകാശം കിട്ടുന്ന ആളിലെ റുത്തുബയിലേക്ക് കയറ്റുകയോ ഇറക്കുകയോ ചെയ്യും. അല്ലേ? പോട്ട് അൽഖിസ്മത്തിന് ഹാജരായത്. അൽഖിസ്മത്ത് നമ്മൾ പറഞ്ഞ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന കിസ്മത്താണ് ഉദ്ദേശിക്കുന്നത്. അതാണ് എന്ത് പറഞ്ഞ കിസ്മത്ത തരിക്കത്തി വൽ മീറാസ്. തരിക്കത്തും മീറാസും ഒന്ന് തന്നെ. അയാൾ മയ്യത്ത് ഉപേക്ഷിച്ചു പോയി എന്നുള്ള മയനാക്ക് എന്താക്കും? തരിക്കത്തെന്ന് പറയും. ഇവർക്ക് അനന്തരം കിട്ടുന്ന സ്വത്ത് എന്നുള്ള പേര് മീറാസ് എന്ന് പറയും.
രണ്ടും സംഗതി ഒന്നാണ്, മുസമ്മ ഒന്ന്. ആര് പങ്കെടുത്ത്? ഉലുൽ ഖുർബ, അടുത്ത ബന്ധുക്കള്. ആരെ? ലിൽ മയ്യിത്തി, മയ്യത്തിൻ്റെ. ആ ദുൽ ഖുർബ എന്ന് പറഞ്ഞ നേരത്തെ അക്രബൂനി പെടാത്ത ആളായിരിക്കുമ്പോഴോ അല്ലെ, അവർക്ക് നിശ്ചിത അവകാശം ഉണ്ടായില്ല, ഇനി ചില്ലറയും കൊടുക്കണം. അതാണ് മിമ്മല്ലാ ജരിസു മിൻഹും, മയ്യത്തിൻ്റെ പക്കൽ നിന്ന് അനന്തരം എടുക്കാത്ത ഉലുൽ ഖുർബ വണ്ണ്. അപ്പോൾ കാരണം പൈസ വരുമ്പോൾ മെരിയക്കൾ വന്നു എന്നറിയാം. വേലെ മെരിയക്കൾ സ്വത്ത് വരുമ്പോൾ കാനൂറും വന്നു. വൽ യതാമ, യതീമിങ്ങൾ വന്ന്, മസാക്കീന് വന്ന്. ആ യതീമാര് അനന്തരം കിട്ടുന്ന യതീമല്ല, അത് അമ്മന്ന്. വൽ മസാക്കീന് വന്ന്, അതാ മിനൽ അജാനിബി, അജനബിയാക്കളായിട്ട്. എന്നാൽ ഓർക്കൊരു കൊതിയുണ്ടല്ല പൈസ കാണുമ്പോൾ. ഫർസുഖൂഹും മിൻഹു, അതിൽ നിന്ന് അവർക്ക് നൽകുക. അയാത്തൂഹും ഷൈഅൻ, എന്തെങ്കിലും. ഇത്ര ഒന്നും കണക്കില്ല, എന്തെങ്കിലും കയ്യൊക്കെ കേൾപ്പിച്ച സംതിങ് എന്ന് പറയപ്പോൾ ഇപ്പം അങ്ങനെയല്ല പറയല്. മിനൽ മാലിൽ മഖ്സൂം, ഓഹരി വെക്കപ്പെട്ട സ്വത്തിൽ നിന്ന്. അങ്ങനെ ഓഹരി വെക്കപ്പെട്ട സ്വത്ത് നേടെ മുമ്പ് പറഞ്ഞു മിൻഹുവിൻ്റെ ലമീർ മടങ്ങാൻ. മിൻഹു എന്ന് പറഞ്ഞ ലമീർ മടങ്ങണമെങ്കിൽ ഓഹരി വെക്കപ്പെട്ട സ്വത്തിലേക്കല്ലേ മടങ്ങേണ്ടത്. അത് കിസ്മത്ത് എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് കിട്ടും. എന്തോ തിരിഞ്ഞില്ല. ഫർസുഖൂഹും, ഈ വന്ന ഉലുൽ ഖുർബ യതീം മിസ്കീന്മാർക്ക് കൊടുക്കണം. മിൻഹു, എന്തിൽ നിന്ന്? അതിൻ്റെ ലമീരടുത്തേക്ക്. ആ കിസ്മത്തിൽ നിന്ന് ഓഹരി വെക്കപ്പെടുന്നൊരു സ്വത്ത് അവിടെ ഉണ്ട് എന്ന് വരും, ആടത്തേക്ക് മടക്കുക. ലമീറിൻ്റെ ഒരു മർജിഅ വേണം. അതെന്താക്കണം? ശരീഹായിട്ട് വന്നാലും തിരക്കല്ല, അതിൽ നിന്ന് പിടിച്ചെടുത്താലും തിരക്കല്ല. ഇഅ്ദിലൂ, നിങ്ങൾ നീതി പ്രവർത്തിക്കുവേൻ. ഹുവ അഖ്റബു ലിത്തഖ്വാ, ഹുവ എന്ന് പറഞ്ഞ ലമീർ ഏതാ? ഏതിലോ എന്ന് പറഞ്ഞതില്ല മസ്റ്ററിലേക്കാണ് മടങ്ങുന്നത്. അങ്ങോട്ട് മടക്കാം. അങ്ങനെ അത് അടുത്തല്ലല്ലോ, കിസ്മത്തിലേക്കല്ലേ വരുന്നത്. അത് അടുത്തും വെച്ചിട്ട് നാട് കടത്തിക്കൊണ്ട് പോണം. നിമ്മാ തറക്കയും കിസ്മത്തിൻ്റെ മഖ്സൂമും രണ്ടും സംഗതി ഒന്നാണ്. പക്ഷെ ആയത്തിൻ്റെ മർജി നോക്കി അവിടെ ഉള്ളത് നേരെ കെൽബത്തേക്ക് മടക്കാൻ പറ്റുന്ന കണ്ണൂർ കൊണ്ടുപോയി മടക്കണ്ടല്ലോ. ആയത്തുഹും, അതാ അത് അൽ മദ്ലൂലി അലൈഹി, ആ മാലുൽ മഖ്സൂമിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. ബിൽ കിസ്മത്ത് കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. കിസ്മത്തിൽ നിന്ന് കിട്ടും, ഓഹരി വെച്ച സാധനം ഉണ്ട്. അതാ ഔ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബന, തങ്ങളെ മദ്ഹബായി. തങ്ങൾ പറഞ്ഞ മദ്ഹബ് നാട് കടത്തി. അതൊന്നും മക്കറിഞ്ഞൂടാ. ഇപ്പം ഈ ഓതുന്ന ബാബ നമുക്കറിഞ്ഞൂടും. മുഅന്നസും മുദക്കറും എനിക്ക് തിരിഞ്ഞിട്ടില്ല. പണ്ടാരോ എന്താണ് തഅല്ലമ എന്നുള്ളത് എന്താണ് തസവുഫിൻ്റെ ക്ലാസ് എടുത്ത് അവരിഫെല്ലാം വെച്ചിട്ട് ഒരാൾ പറഞ്ഞ് തസവ്വഫ എന്ന് പറഞ്ഞ് ഒരു ബാബാണ് അത്. എന്താണ് ലാസിം മുത്തദ്യ. ഞാൻ പറഞ്ഞു അതൊന്നും ഇച്ചുപിടിയാനില്ല. ഇന്ന് നടന്ന ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ? മുദക്കർ അറിയില്ല, മുഅന്നസും അറിയില്ല, മുബ്തദ അറിയില്ല, ഖബറും അറിയില്ല. ഞാൻ പറഞ്ഞ മന്തഅല്ലമ ഇൽമൻ എന്ന് ഒന്ന് കാണുന്നുണ്ട്. അത് കണ്ടാൽ ഒരു മുത്തഅദ്ദി പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞത് മഫ്ഊൽ മുത്തലക്കായിക്കൂടെ എന്ന്. അങ്ങനെയാക്കാം. അത് എനിക്കറിഞ്ഞില്ല. വസ്അലു അഹ്ല ദിക്രി, അറിയുന്ന ആളോട് ചോദിക്കാനാ പറഞ്ഞു. അതിനെന്താ ചോദിച്ചാലോട് ഇച്ചുപിടിയാലില്ല എന്ന് പറഞ്ഞു. ആ നാട്ടിലെ ശൈലിക്ക് അനുസരിച്ചിട്ട്. അല്ല കിസ്മത്താക്കിയ മുഅന്നസും അല്ലല്ലോ. അതാ ഈ കൊടുക്കണമെന്ന ഫർസുഖൂഹും എന്ന അമ്രുണ്ടല്ലോ, ഇത് ഫർദിൻ്റെ അമ്രാണോ സുന്നത്തിൻ്റെ അമ്രാണോ? അപ്പോൾ കൊടുക്കുന്ന സദഖയാണ്. അതുകൊണ്ടെന്താ സുന്നത്താണ്. അതാണ് വഹുവ അമ്രു നദ്ബിൻ, നദ്ബിൻ്റെ അമ്രാണ്. കുല്ലിഫ ബിഹി, അതുകൊണ്ട് തക്ലീഫാക്കപ്പെട്ടതാൽ ബാലിഗൂന മിനൽ വറസ, വാരിസ്യങ്ങളിൽ നിന്ന് പ്രായം എത്തിയാക്കിയ മേജർക്ക് മൈനൂർ രണ്ടുണ്ടാവും. മൈനർക്ക് ഒന്നും ഓഹരി എടുത്തുകൂടാ, അവൻ്റെ സ്വന്തം. പ്രായത്താത്ത കുട്ടികളുണ്ടെങ്കിൽ അത് ഓഹരിയിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. സുന്നത്താക്കപ്പെട്ട തബറുല്ലേ, ആ പ്രായം എത്തിയ ആളെ സ്വത്തിനെ കൊടുത്തുവിടും. ആരാണ് എടുത്ത് കൊടുത്തത് അത് വന്നു പോയെങ്കിൽ ആ എടുത്ത് കൊടുത്തത് ഇവൻ വക വെച്ച് കൊടുക്കണം. മൈനർ സ്വത്ത് തൊട്ടുവിടാം. അല്ലെങ്കിൽ എന്താക്കാം, അവനിക്കിപ്പോൾ മൈനർ ആയിട്ടില്ല, 2 കൊല്ലം കഴിയണോ സർട്ടിഫിക്കറ്റ് പ്രകാരം, എന്നാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് പോവാം. എന്തേലും 2 റുപ്യ തരും. അതെന്തിനാ കൊടുക്കുന്നത്? തതയീബൻ ലിഖുലൂബി ത്വവായിഫിൽ മദ്കൂറ,
മുമ്പ് പറഞ്ഞ 3 തായിഫത്തുണ്ട്. ഒന്ന് ഉലുൽ ഖുർബ, 2 യതീം, 3 മസാഖീൻ്റെ കൽബിന് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്താക്കുന്നത്, കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒന്നും വല്ലാത്ത പണി, നമുക്കൊന്നും കിട്ടിയില്ല എന്ന് വരില്ലേ. എന്നിട്ടോ വഖൂലൂലഹും ഖൗലൻ മഅറൂഫാ, മഅറൂഫായ ഖൗൽ അവരോട് പറയും വേണോ. എന്നിട്ട് പടാ നിനക്ക് ഓഹരിയൊന്നുമില്ല എന്നിട്ട് ആട്ടിന്ന് വായിക്കാൻ പറ്റില്ല, നമുക്ക് അവകാശം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള കാരണമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബാ ഷഖീഖായ അഹ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ആരായി നീ അഹുല്ലി ഉമ്മ് അല്ലെങ്കിൽ അഹുല്ലി അബ്ബാ ഉമ്മ എന്താക്കും, തള്ളപ്പെട്ടു. തള്ളീൻ്റെ കാരണം പറഞ്ഞു കൊടുക്കണം. എന്നല്ലാണ്ട് ഞാനൊരു ഇപ്പാര മോനല്ലേ എന്ന് പറഞ്ഞിട്ട് കേസാക്കണ്ട. കാര്യകാരണം ബന്ധം പറഞ്ഞു കൊടുക്കണം. മഅറൂഫായ കൗലും അതങ്ങനെ വഹുവ അയ്യദുഅവാലഹും, ഈ പൈസ എന്താ അവർ രണ്ടാളും കൂടെ ഒന്ന് ദ്വാരക്കുക അവർക്ക് വേണ്ടിയിട്ട്. വയഖൂലു, എന്നിട്ട് പറയലെന്താണ്, ഖുദൂ ബാറക്കല്ലാഹു അലൈക്കും, ദാ പിടിക്കുക, അല്ലാഹ് ബറക്കത്താക്കട്ടെ എന്ന് പറയാം. വയഅ്തദിറൂ മിൻ ദാലിക, അതിനെ ഉദുറും ബോധിപ്പിക്കുക, എനിക്ക് അവകാശം കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ. വലാ യമുന്നു അലൈഹിം, എന്നാൽ എനിക്ക് കിട്ടിയ പൈസ എനിക്ക് തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മന്ന് പറയാൻ പാടില്ല, എണ്ണിപ്പറയില്ലേ. അതല്ലാന്ന് ഖൗലൻ മഅറൂഫ്. വകുല്ലു മാ സകനത് ഇലൈഹി നഫ്സു, എന്താ എന്തിലേക്കാണോ നഫ്സ് അടങ്ങിക്കൂടുന്നത് അത്, വഅഹബ്ബത്തുഹു, അതിന് നഫ്സ് അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്ത്, ലി ഹുസ്നിഹി, അത് നല്ല ഭംഗിയുള്ള വാക്കായതുകൊണ്ട്, ഷറഇലോ ഔ അക്കലിലോ എന്താ പറഞ്ഞോ അതാണ് മഅറൂഫിൻ്റെ മാന പറഞ്ഞത്. ഷറഇലോ അഖിലിലോ അത് നല്ല ഭംഗിയുള്ളതിന് വേണ്ടിയിട്ട് എല്ലാ നഫ്സുകൾക്കും സ്വീകാര്യയോഗ്യമായ ഒരു കലാമ് പറയലാണ് ഇത് മഅറൂഫ് എന്ന് പറഞ്ഞത്. അത് ഓരോ സ്ഥലത്തും മഅറൂഫിന് അർത്ഥം മാറിക്കൊണ്ടിരിക്കും. വമാ അൻകറതുഹു, ഇനി നേരെ തിരിച്ചു വെക്കൂ. നഫ്സ് വെറുക്കുന്നൊരു സാധനമുണ്ട്, എന്തിനു വേണ്ടി, ലി ഖുബ്ഹിഹി ശറഅൻ ഔ അഖിലൻ, ഷറഇലോ അഖിലിലോ അത് മോശമായതുകൊണ്ട് നഫ്സുകൾ വെറുക്കുന്നതാണെങ്കിൽ ഫഹു മുൻകറൻ എന്ന് പറയും. മഅറൂഫിൻ്റെ ഓപ്പോസിറ്റ് മുൻകർ. വഫിൽ ഹദീസിൽ ഉണ്ട് കുല്ലു മഅറൂഫിൻ സദഖ, മഅറൂഫ് എല്ലാം സദഖൻ്റെ പ്രതിഫലമാണ് എന്നാണ്. ഒന്നും കൊടുക്കാനില്ലേ, അല്ലാഹു തആല നിങ്ങൾക്ക് ബറക്കത്താക്കി തരട്ടെ, നിങ്ങളെ സമ്പത്താക്കി നല്ലോണം വർദ്ധിപ്പിച്ച് തരട്ടെ എന്നെല്ലാം പറഞ്ഞാൽ എന്തായി, അഖിലിലും ഷറഇലും നല്ലൊരു വാക്കാണ്. വഫിൽ മസലി, ഒരു ഉദാഹരണം പറയലുണ്ട്, ഇസ്നഇൽ മഅറൂഫ, മഅറൂഫിനെ നീ ചെയ്തോ, വാൽഖിഹി ഫിൽ മാ, അത് വെള്ളത്തിലിട്ടേന്നു. എന്തിനാ വെള്ളത്തിലിടാൻ പറയുന്നത്, ഫഇൻ ലം യഅരിഫഹു സമകു, സമക്കില്ല മത്സ്യത്തിന് അത് അറിയുന്നില്ലെങ്കിലും, യഅരിഫഹു മൻ സമക സമാ, ആകാശത്തിനെ പടച്ച റബ്ബ് അറിയുന്നുണ്ടല്ലോ, അതൊരു മസലാണ്. കൊടുത്തോനെന്താക്കുന്നതുകൊണ്ട് പൊരുത്തപ്പെടുന്നൊന്നുമില്ല. മത്സ്യത്തിന് വെള്ളത്തിലിട്ടാലും മത്സ്യത്തിന് അറിയില്ലല്ലോ, എന്നാലും സമക്കാന്ന് ആകാശത്തിനെ ഉയർത്തി വെച്ചില്ലേ, റഫഅ സംകഹ ഫസവ്വാഹ എന്ന് പറഞ്ഞേ, ആ റബ്ബ് അറിയുന്നുണ്ടല്ലോ. ഇനി അവിടെ തീർന്ന്. ഇനി എന്താ പറയാൻ പോകുന്നത്, ഈ യതീം മക്കളെല്ലാം പോറ്റുന്ന ചില സംരക്ഷകന്മാരുണ്ടാവും. അവരെന്താക്കണം, വളരെ പേടിയോടുകൂടി തഖ്വയോടുകൂടി ഇത് കൈകാര്യം ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു മക്കൾ വന്നാൽ എൻ്റെ മക്കൾ പാടാകുമോ എന്നെനിക്കൊരു പേടി ഉണ്ടാവില്ലേ, എൻ്റെ മക്കളെന്താ ചെയ്യും എന്നതുപോലെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് മരിച്ച ആ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണം. മനസ്സിലായില്ല? നിങ്ങൾക്കൊരു മക്കളുണ്ടായിട്ട് പട്ടിണി കിടക്കുന്നത് നിങ്ങൾക്ക് പേടിയുണ്ടോ, എന്നാൽ അയാളെ മോൻ പട്ടിണി കിടക്കുന്നത് നിങ്ങളും പേടിക്കണം. അതാ പറയുന്നത്, وَلْيَخْشَى الَّذِينَ لَوْ تَرَكُوا مِنْ خَلْفِهِمْ ذُرِّيَّةً ضِعَافًا, വൽയഖ്ഷാ എന്ന് പറഞ്ഞാൽ പേടിച്ചു കൊള്ളട്ടെ. അത് അള്ളാഹിനെ പേടി തന്നെയാണ്. സാബി പറഞ്ഞെന്താ, വൽയഖ്ഷല്ലാ, അള്ളാഹിനെ പേടിച്ചോട്ടെ. യഖ്ഷാന്റെ മഫ്ഊൽ പറഞ്ഞിട്ടില്ല. ആര് പേടിക്കണം, അതിൻ്റെ ഫായിലാര, അല്ലദീന, ഒരു കൂട്ടർ, ലൗ തറക്കു, ആ കൂട്ടർ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഐ ഷാറഫു ഐ യത്റുകു, അപ്പോൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങൾ മരിച്ചിട്ട് ആ നിങ്ങളെ മക്കളെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ സങ്കല്പിച്ചു നോക്കുക. അപ്പോൾ ഇപ്പം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും ഷാറഫു ഐ യത്റുകു, ഇവരെ പെട്ടെന്ന് മരണിച്ചിട്ട്
എന്തായി മക്കളെ അവർ ഉപേക്ഷിക്കേണ്ട വക്കത്തെ തീന്ന് എന്താക്കും നിങ്ങൾ സങ്കല്പിച്ചത്? ഈ സ്ഥാനത്ത് എൻ്റെ മക്കളാണെങ്കിൽ എന്തായിരിക്കും? പണ്ട് നമ്മൾ ഉപ്പ പറയലുണ്ട്, മദ്രസയിൽ നിന്ന് പോത്തിന് വീക്കും പോലെ വീക്കിയാല് വേറാലെ മക്കളാണ്ടല്ലോ ഇങ്ങനെ വീക്കുന്നത്. നിങ്ങളെ മോനാന്ന് ക്ലാസ്സിൽ പഠിച്ചിട്ട് ഇങ്ങനെ അടികൊണ്ടതെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയാവോ? നിങ്ങൾ ചോദിക്കാൻ പോകില്ലേ? എന്നാ അയാൾക്ക് ചോദിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രയോഗം. അപ്പം മിൻ ഖൽഫിഹിം എന്ന് പറഞ്ഞാൽ ഇവർ മൗത്തായതിന് ശേഷം ആര് ഉപേക്ഷിച്ചു? ദുർരിയത്തൻ ദിആഫൻ, ചെറിയ ബലഹീനന്മാരായ മക്കളെ. നമ്മൾ പറയുന്നുണ്ട് പറക്കം മുറ്റാത്ത കുട്ടികളേന്ന് ഇപ്പോഴത്തെ പ്രസംഗത്തിന്റെ ശൈലി പറഞ്ഞാൽ അങ്ങനെ. ഔലാദൻ അജസത്തൻ ലാ ഗിനാലഹും, അവർക്ക് പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. അങ്ങനെയുള്ള അതേസമയത്ത് പ്രായത്തി എല്ലാം ഓടാനും ചാടാനും പോകാനും കഴിയുമെങ്കിൽ അത്ര പേടി ഉണ്ടാവില്ല. വദാലിക, അതെപ്പോഴാണ്? ഇൻദഹ്തിലാരിഹിം, അവർ മൗത്ത് ഹാജരാകുന്ന നേരത്ത്. ഖാഫു അലൈഹിം, ആ മക്കളെ കാര്യത്തിൽ അവർ പേടിക്കുന്നുണ്ട്. എന്താ പേടിക്കുന്നത്? അല്ലയാ അബഅദഹും, എൻ്റെ മരണത്തിന് ശേഷം കുട്ടികൾ പാഴായി പോവോ, നോക്കാൻ ആളില്ലാണ്ടും പട്ടിണിയായിട്ടും കഴിഞ്ഞു പോവോ നിങ്ങൾ പേടിക്കുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ്? ദഹാബി കാഫിലിഹിം വ കാസിബിഹിം, അവരെ സംരക്ഷിക്കുന്ന ഒരു രക്ഷിതാവ് ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ അവർക്ക് പൈസ സമ്പാദിച്ചു കൊടുക്കുന്ന നെയ്ച്ചുണ്ടാക്കുന്ന ഒരാളും ഇല്ലാഞ്ഞാൽ ഈ മക്കൾ പട്ടിണിയാവും. കൊടുക്കാനുണ്ടാവില്ല, തിന്നാനുണ്ടാവില്ല, കുടിക്കാനുണ്ടാവില്ല, വഴിയാധാരായി മാറും. വൽ മുറാദു, അപ്പോൾ അല്ലദീന എന്ന് പറഞ്ഞില്ലേ, അതാരാന്ന്? ഹുമുൽ ഔസിയാഊൻ, ഉപ്പ ഇവർ മറ്റേ രക്ഷിതാവ് മരിക്കുന്ന അവസരത്തിൽ എന്താക്കും? എൻ്റെ മക്കളെ നല്ലോണം നോക്കണേ എന്ന് പറഞ്ഞിട്ട് എന്താക്കും? വസിയ്യത്ത് ഏൽപ്പിക്കും. ആ വസിയ്യത്ത് ഏൽപ്പിക്കുന്നവർക്കാണ് ഔസിയ എന്ന് പറയും. ചിലപ്പോൾ കയ്യമ എന്ന് പറയും. കയ്യമനാര്? അനാഥ കുട്ടികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടുരാജാക്കന്മാർ എന്താക്കും? ഒരു കൂട്ടം തിരഞ്ഞെടുത്തിട്ട് നീ അവർ നോക്കണം, അതിന് വിടുന്ന ഒത്താശ എല്ലാം ചെയ്തു കൊടുക്കും. അവരുടെ കയ്യുമായി. ഇത് മരിക്കുന്ന ഉപ്പ എന്നെന്തായി? വസിയ്യത്ത് പറഞ്ഞു. ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടു, അൻ യഖ്ശബുല്ലാഹ്, അല്ലാഹനെ പേടിക്കണം. അതിനാ വൽ യഖ്ശാന്റെ മഫ്ഊലെ പറഞ്ഞിട്ടില്ല. പേടിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെ. ഫയഖാഫു, അവർ പേടിക്കണം. അലാമൻ ഫി ഐദീഹിം മിനൽ യതാമ, അവരുടെ കയ്യിൽ അവരുടെ സംരക്ഷണത്തിൽ യതീമക്കൾ പാഴായി പോകുമോ എന്ന് പേടി ഉണ്ടാകണം. എന്തിനെ പറ്റിയുള്ള പേടി? ഖൗഫഹും, അവർ പേടിക്കുന്ന പേടി. എങ്ങനത്തെ പേടി? അലാ ദുർരിയത്തിഹിം, അവരെ മക്കളെ കാര്യത്തിൽ. അപ്പോൾ യഖാഫൂന മഫ്ഊല് മുതലക്കാക്കി ഖൗഫഹും അലാ ദുർരിയത്തിഹിം ലൗ തറകൂഹം ലിആഫൻ, അവർ ബലഹീനന്മാരായി എൻ്റെ സ്വന്തം മക്കൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന പേടി അവിടെ ഉണ്ടായിരിക്കണം. വേറെ ആളെ എത്തി മക്കളെ നോക്കുന്ന അവസരത്തിൽ അപ്പം തുല്യ മക്കളായി കണക്കൂട്ടിക്കൊള്ളാം ഉണ്ടാവും. അപ്പൊ അല്ലാഹുവിനെ അവർ തഖ്വ ചെയ്യണം. ഫീ ദറാരി ഗൈരിഹിം, മറ്റൊരാളുടെ മക്കളായാലും സ്വന്തം മക്കളെ സ്ഥാനത്ത് എന്താണോ ആഗ്രഹിക്കുന്നത് അതുകൂടി ആഗ്രഹിക്കുക. എന്താണോ പേടിക്കുന്നത് അത് വരാതിരിക്കട്ടെ എന്ന് പേടിക്കുന്നു. വൽയഖൂലു ഖൗലൻ സദീദ, യതീമിനോട് എന്താക്കണം? ഖൗലുൻ സദീദ് പറയുകയും വേണം എന്ന്. കണ്ടാ, 3 കാര്യം അവിടെ കൽപ്പിച്ചത്. എന്താ? വൽ യഖൂലു ലിൽ യതാമ, എന്തിൻ്റെ? ആ യഖൂല് പറയേണ്ട കേൾക്കേണ്ട ഒരാൾ വേണ്ടേ യതീമിനോട്? മിസ്ല മാ യഖൂലൂന ലി ഔലാദിഹിം, അവരെ സ്വന്തം മക്കളോട് പറയുന്നതിന് തുല്യമായത്. എങ്ങനെ പറയണം? ബിശ്ശഫഖതി, കാരുണ്യത്തോടുകൂടിയും, വഹുസ്നിൽ അദബി, അതിൻ്റെ അദബ് പാലിച്ചുകൊണ്ടും. കണ്ടാ, എന്നിട്ടോ വയദുഹും, അവരെ വിളിക്കണം. യാ ബിനി, എൻ്റെ മോനേന്ന് വിളിക്കണം. സ്വന്തം മക്കളെ മോനേന്ന് വിളിക്കുമ്പോൾ ആരാൻ്റെ മക്കളെ എന്താക്കണം? അതുപോലെ പിന്നെ വയാ വലതീന്ന് വിളിക്കാം. പിന്നെ വലായുഹും, അവരൊന്നും ശല്യം ചെയ്യാൻ പാടില്ല. അതാണ് തീർന്നത്. പിന്നെ ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ. യതീമക്കളെ മുതൽ തിന്നുന്നു. തിന്നൽ എന്ന് പറഞ്ഞാൽ പാത്രത്തിലിട്ടിട്ട് ചവക്കലൊന്നുമല്ല. അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, തിന്നൽ എന്നുള്ളതൊരു പ്രയോഗം മാത്രമാണ്. എന്ത് തരത്തിലുള്ള ഇസ്തിമാലും അതിൽപ്പെട്ടു. അല്ലാണ്ട് ഞാൻ തിന്നിട്ടില്ലല്ല,
ഇവിടെ ഒറ്റ പൈസ വാങ്ങിയില്ലെന്നോ, ഒറ്റ സത്യം ചെയ്യും. ഓ അല്ലാഹ് ഒറ്റ പൈസ എല്ലാം 1500 കെട്ടാൻ വാങ്ങി. അപ്പൊ ഒറ്റ പൈസ വാങ്ങിയിട്ടില്ല. സാപ്പിതാ ഒറ്റ പൈസ വാങ്ങിയിട്ടില്ല. ഇല്ല, ഒറ്റ പൈസ വാങ്ങിയിട്ടില്ല. 1000 നോട്ടുകളല്ലേ വാങ്ങി. അപ്പൊ അക്കല് എന്നുള്ളത്, അപ്പൊ ഒറ്റ പൈസ വാങ്ങിയില്ല എന്നുള്ളത് പൈസന്റെ ആ ജിൻസ് മുറാദല്ല, സാലിബ കുഞ്ഞത വാക്ക്. നോട്ട് വാങ്ങിയിട്ടില്ല നട്ടത്തിന്, നോട്ടാ വാങ്ങിയത് നട്ടത്തിനല്ല. ഒരാൾ ചോദിച്ചോളൂ, മുലർക്ക ബീഡിണ്ട കൈമല് ഇല്ല, നിങ്ങൾക്ക് ഈശോയിലുണ്ടല്ലോ. ഈശോയിലുണ്ടായിക്കോട്ടെ, നീ എന്നോട് കൈമൽ എന്നല്ലേ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞില്ല കൊടുക്കാനില്ല, ഒറ്റൊന്നും കൊടുക്കാനില്ല. അതോ അതെനിക്ക് വലിക്കാനുണ്ട്, കൊടുക്കാനുണ്ടതില്ല. അപ്പൊ യതീമിന്റെ മതില് തിന്നുക എന്ന് പറഞ്ഞാല് ഇങ്ങനെ ദുൽമായിട്ട് തിന്നുന്നു. എന്തിനാ മുമ്പ് പറഞ്ഞത്? യതീമിന് വേണ്ടി അധ്വാനിക്കുന്നവന് ഖനിയാണെങ്കിൽ അതൊന്നും തൊടാത്ത വിട്ട് എന്നാ ഇവനിക്ക് പാവാന്ന്, ഇവൻ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഇവൻ അധ്വാനത്തിന്റെ കണക്കനുസരിച്ച് എടുത്തോന്ന് അപ്പുറമുണ്ട്. അത് ദുൽമല്ല, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എവിടെയെന്ന് കഴിഞ്ഞാ ഫമൻ കാന ഗനിയ്യൻ ഫൽയസ്തഅഫിഫ് വമൻ കാന ഫഖീറൻ ഫൽയഅകുൽ ബിൽ മഅറൂഫ്. മഅറൂഫായ രീതിയിൽ എടുക്കണം, എന്നല്ലാണ്ട് പോരി ഭാര്യ എടുത്തക്കലല്ല. മഅറൂഫായിട്ട് എടുക്കാം. ഇത് എല്ലാം മഅറൂഫിന് എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പള്ളിപ്പിരിവിന് പോയിപ്പാ കൂത്തുൽ ഇസ്ലാം ഇന്നെല്ലാം റെസീറ്റ് ബുക്ക് പറഞ്ഞയച്ചു. നിങ്ങളെ യാത്രകളുടെ ചിലവെല്ലാം എടുത്തു. യാത്രക്ക് എന്താക്കുക, ചെറിയ വലിയ കാർ പിടിക്കുക, യാത്രക്ക് എടുത്തൊന്നുമില്ല പറഞ്ഞു. പിന്നെ ഉച്ചക്കത്തെ ചിലവ്, ഹോട്ടലിൽ കയറിയിട്ട് ഏറ്റവും വില പിടിച്ച സാധനം ഉണ്ട്, അതെല്ലാം കൂടെ അടിച്ച് നോക്കുമ്പോഴേക്ക് കാലി വേഗം കൊണ്ട് പോകണം, റെസീറ്റ് എല്ലാം തിന്നു കഴിയുന്നു. അവിടെ എന്താ പറ്റിയത്? വലിയ ബിൽ മഅറൂഫായിട്ടില്ല, അത് അതിക്രമമായി തിന്നളിഞ്ഞു. പണ്ട് നമ്മൾ ഉപ്പാരൊക്കെ കഴിഞ്ഞ ഒരാൾ വീടുകാരനും പറയുന്നുണ്ട്, നിങ്ങളെ വന്നിട്ട് എനിക്ക് ചൂടുവെള്ളം മതി, അല്ലെങ്കിൽ 5 പൈസന്റെ മൂരും വെള്ളം. നിങ്ങളിപ്പോൾ എന്നോട് ഇവിടുന്ന് കുടിച്ചതാണ്. മറ്റുള്ള ആൾ ഹണീക്കൊഞ്ച കുടിക്കുക. ഹണീക്കൊഞ്ച പണ്ട് രാജാക്കന്മാർ കുടിക്കുന്ന ഒരു പാനീയുണ്ട്, അന്ന് തന്നെ 1.5 റുപ്യ വില ഉണ്ട്. 52 കൊല്ലം മുമ്പ്. ഇന്ന് 22 വന്നാൾ കണ്ടപ്പോൾ ഹണീക്കൊഞ്ച് കൊണ്ടാ നല്ല കുടിക്കുന്ന പാനീയം. നിങ്ങൾ ഉപ്പ് കുടിച്ച 5 പൈസന്റെ മൂരും വെള്ളം. അപ്പം ദുൽമൻ എന്ന് പറഞ്ഞാൽ നാലിമീൻ. അപ്പം മറ്റേത് ഒഴിവായി. പിന്നെ ആ വല വജിഹിൽ ദുൽമി എന്ന ദുൽമിന്റെ രീതിയിൽ അതാരാണ്? മിൻ ഔലിയാഇ സൂഇ, മോശമായ വലികളുണ്ടാവും. അതുപോലെ തന്നെ വഖുലാത്തി, അതിനൊക്കെ മസാല പറഞ്ഞു കൊടുക്കുന്ന കാദിമാരും ഉണ്ടാവും. ഓർക്ക് ഒപ്പിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ കാദിയാവില്ല. മുലർക്ക നിങ്ങൾ അടുത്ത ദിവസം തന്നെ പോയിക്കാൻ ആയിക്കോട്ട്, ബസ്സിന്റെ പൈസ വരെ ഉണ്ട്, തോർത്ത് കൊണ്ടുവരെ പള്ളി വെക്കാൻ പാടില്ല എന്നെ വന്നത്. ഒരു കാലം അകത്ത് ഒരു കാലം പുറത്തു. അത് എന്നിട്ട് പറയുന്നത് ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാൻ, അവരുടെ പള്ളകളിൽ അവർ തിന്നുന്നത് നാറ് തന്നെയാണ്. ഇന്നമ്പട്ട് ഹസറാക്കി. ഇന്നവന്റെ പണിയറിയാ എന്താണ്? താലിന്ന് തൊട്ടടുത്ത കലിമത്ത് അതിന്റെ അപ്പുറത്തേക്ക് ഹസറാക്കും. അപ്പൊ യഅ്കുലൂന എന്നുള്ളത് നാറ് തന്നെയാണ് എന്ന് വന്നു, നാറല്ലാത്ത മറ്റൊന്നല്ല. ഐ ഫീ ബുതൂനിഹിം എന്താ? മിൽഅ ബുതൂനിഹിം, അവരെ വയറ് നിറക്കുന്നത്. യുഖാലു അകല ഫീ ബത്നിഹി എന്ന് പറയും ഇദാ മലഅഹു വഅസ്റഫ, അത് നിറച്ചിട്ട് ഇസ്റാഫും കൂടെ കാട്ടിയാൽ എന്താകും? അവന്റെ വയറടക്കം തിന്നു പറയും. ആ പ്രയോഗം അത് നേരത്തെ മെഹറൂഫ് എന്ന് പറഞ്ഞത് അഖിലും ഷറയിലും അത് മെച്ചമാണോ എന്ന് ആരെങ്കിലും വിധിയേൽപ്പിക്കട്ടെ. മെഹറൂഫും 20 ആഴ്ച വരുമ്പോൾ ഒരാൾ വെള്ളം വാങ്ങി കുടിച്ചാൽ എന്താന്ന്? അതേസമയം ലക്ഷറി ഫുഡങ്ങ് അടിച്ച് ഹോട്ടലിൽ കയറിച്ച്, അത് മെഹറൂഫ് എന്നാലും പറയുന്നില്ല. ശതമാനം എനിക്ക് കൊടുക്കലേ. അപ്പൊ യതീമിന്റെ സ്വത്തിൽ നിന്ന് എടുക്കുന്ന എല്ലാവർക്കും ശമ്പളമാണ്. അതിലൊക്കെ തഫ്സീൽ പറയാനുണ്ട്. അല്ല, എൻ്റെ അടുത്തൊന്ന് 100 രൂപ കൊടുക്കണ്ടേ? തളിപ്പലമേക്ക് പോകുമ്പോൾ നമുക്ക് എടുത്താൽ എന്താക്കും? യതീമിന് കൊടുക്കേണ്ട പൈസ 50 ചുരുങ്ങുക, 50 അയാൾക്ക് ഈശ്വരി. ഇയാളെന്താ പണിയെടുത്തേ?
വണ്ടി പൈസ അല്ല, ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ തലപ്പുറത്തേക്ക് പോകില്ല, ഇവിടെ കുറങ്ങല. ശമ്പളമാണോ അല്ല ഇതിൽ നിന്ന് കക്കലാണോ? ഒക്കെ മുലക്കമ്മോട് ചോദിച്ചോ. ഇയാൾ തലപ്പറമ്പിലേക്ക് പോകുന്ന പോക്കിൽ എത്തിഹാനി കൊടുക്കണം 100 റുപ്യ കൊടുത്ത് 50 എനിക്കും 50 ഒനിക്കും. ഈ 50 റുപ്യ പോക്കറ്റ് അടിക്കാൻ മാത്രം ഇവൻ എന്തും ധരിച്ചു എന്നാൽ ചോദ്യം. യാളബിലെ സർക്കാരിലേക്ക് ഒന്നാ എൻ്റെ അടുത്ത് വേറെ പറഞ്ഞാൽ 100 റുപ്യയുടെ നോട്ട് വഹിക്കാനുള്ള ഒരു 5 ഗ്രാം തൂക്കം കൂടിയിട്ടുണ്ടാവും സർഗീശയിൽ പറഞ്ഞിട്ടേ. ഇനി ഞാനിടോ യാത്ര പോയപ്പോൾ നിങ്ങളുടെ പഠിക്കുന്നത് ഞാൻ ജാമ്യയില്ലേ, അല്ല അവിടെ ഒരു ഇത്ര പൈസ കൊടുക്കാനുണ്ടാകും, നിങ്ങൾ കൊടുത്തോ. അപ്പം നമുക്ക് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഈ കൊണ്ടപ്പോൾ ഒരു കീശയിലിട്ട് ജാമ്യം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ ഞാൻ വാങ്ങാൻ പല അതിൻ്റെ വഹരി. ഈ ജോലിക്കെന്ന് പറഞ്ഞാൽ എന്താ ജോലി? ഇവിടെ ജോലി അനുസരിച്ച് പണിയിട വേണ്ടേ? ചുരുക്കത്തെ നിങ്ങൾ മസാല പറഞ്ഞു എന്ത് പറഞ്ഞാലും എന്താക്കും, ഹക്കും ബാത്തിലാവും. അതിനുള്ളിൽ പിന്നെ വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. ദിഫാ ശേഖ് തങ്ങളെ പറ്റിയിട്ട് അബുൽ ഇൽമൈനി എന്ന് വായിക്കണമോ അബുൽ അലമൈനി എന്ന് വായിക്കണമോ അത് ആരോ തെറ്റിന് പോലും. അപ്പം മറ്റു കൂട്ടർ പൊളിച്ചു നാറുന്ന ചീത്ത ഓതിപ്പടിക്കണോടെ കിതാബ് നിന്നെ ആരാടാ പഠിപ്പിച്ചത്, അങ്ങനെ ഇങ്ങനെ മറ്റോനെ മറിച്ചോനെ വാട്സപ്പിൽ എപ്പം തന്നെ ഞാൻ മുന്നേറെ വന്നിട്ട് കാണിച്ചു. അയാൾ ഇൽമേനി എന്ന് വായിച്ചുകൊണ്ട് അങ്ങനെയാണെന്ന് അങ്ങനെ ആയിക്കോട്ടെ, അലമേന അല്ലെങ്കിൽ 2 ആയിക്കോട്ടെ. ഇവിടെ എന്താ വായിക്കണ്ടേ? ഇൽമേനി എന്ന് പറഞ്ഞാൽ ഇവൻ കൊക്കൂല, അലമേനി എന്ന് പറഞ്ഞാൽ എനിക്ക് കൊക്കൂല. രണ്ടിനും ഞാൻ പറയുന്നുണ്ട്. ലാഹിറായ ഇൽമുണ്ട്, ബാത്തിനായ ഇൽമുണ്ട് ഒരു കൂട്ടുകൾ. മറ്റേ കുട്ടർ പറഞ്ഞ് ശരീഅത്തിൻ്റെ കൊടിയും ഒരിടത്തുണ്ട്, ഹഖീഖത്തിൻ്റെ കൊടിയും മറ്റൊരിടത്തുണ്ട്. അപ്പം ഇവൻ മനസ്സിലാക്കിയത് അങ്ങനെ ആയതുകൊണ്ട് മറ്റോ പറഞ്ഞതിനെന്താ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? 1.5 മണിക്കൂർ ഇയാളെ ചാറ്റ് അങ്ങനത്തോനെ ഇങ്ങനത്തോനെ നീ പഠിപ്പിച്ചോനെ, എനിക്ക് എന്താടാ നീ കിതാബ് നീ ആരാൻ്റെ ചോറും തിന്നിട്ട് നീ ഓതിപ്പടിച്ച് എന്തടാ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കല്ല്. ഇനി മാത്രം എന്താ ഇപ്പം ഉള്ളത്? അത് പണ്ടൊരു കുഞ്ഞിനോട് ചോദിച്ചു, നീ ഉപ്പാര മോളോ ഉമ്മാര മോളോ? 2 കൂടി തന്നെ എന്ന് പറഞ്ഞു. ഇപ്പൊ തൊട്ടടുത്തെല്ലാം എങ്ങനെയാന്ന് തീനൊന്ന് കിട്ടിയാൽ മതി. മൂത്രം പിടിച്ച് കയറുന്ന പയ്യ കലത്ത് പറയുന്നത് അതിനെ ഭയങ്കര. ഒരാൾ ഏറ്റവും നിന്നിട്ട് എന്താക്കുന്ന ഒരു കുണ്ടിലേക്ക് മൂത്രം പിടിക്കുന്നു. അപ്പൊ അടി കുണ്ടിൽ വീണ് ഒരുത്തനുണ്ട്, ഇത് കയറാന്ന് ചോദിച്ചിട്ട് പിടിച്ച് കയറി മതി. അതാ മൂത്രം പിടിച്ച് കയറലെന്ന് പറഞ്ഞാൽ. വേറെ പണി വേണ്ടേ? കിതാബിൻ്റെ ഷർഹിൽ പറയുന്നുണ്ട് അങ്ങനെ വായിച്ചാലും മയനോക്കും ഇങ്ങനെ വായിച്ചാലും ഓൽമോക്കും. ഉറക്കെ ലാഹിറായ ശരീഅത്തിൻ്റെ ഇൽമുണ്ട്, മറ്റേ തസവുഫിൻ്റെ ഇൽമുണ്ടെന്നാണ് ആവാം. അവിൽ മുറാദും എന്നൊന്നും ഈ പറഞ്ഞു. അല്ലെങ്കിലോ ശരീഅത്ത് ഈ കൊടി എന്നുള്ള എന്താണെന്ന് ഒരു മജാസാണ്. എന്താ വെച്ചാൽ ഇങ്ങനെ പിടിക്കുന്നില്ല, ഒന്നിനെ വഹിച്ചിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്കാണ് സാഹിബുൽ അലം എന്ന് പറയില്ലേ. സാഹിബൽ അലമി എന്ന് മുറുതിയില്ലേ? അപ്പൊ ശരീഅത്തിനെ നടപ്പിലാക്കേണ്ട സ്ഥലത്ത് അതിൻ്റെ ഇൽമിനെയും അമലിനെയും നടപ്പിലാക്കാനുള്ള നേതൃത്വം തങ്ങൾക്കുണ്ട്, മറ്റേന്ന് ഉണ്ട് ഷറഹ് എടുത്തു പറയുന്നുണ്ട്. ഷറഫുൽ അനാമി എന്നായിക്കണ്ടേ അനാം എന്ന് ചോദിച്ചോ, എന്നാ പിന്നെ ആരാണ്ടാക്കും കേസില്ല. ആ മൗലൂദിന്റെ പേര് എന്താന്ന്? ഷറഫുൽ അനാമെന്ന് അനാമീന്ന രണ്ടുകൊണ്ട് അനാം എന്ന് പറഞ്ഞ എന്തായി? 6 വർഷത്തും ചേർന്നിട്ടില്ല. മങ്കൂസ് എന്തിൽ നിന്നാണ് നെക്കസ് ചെയ്തിരിക്കുന്നത്? അമ്മോ. അപ്പൊ അതിന്റെ മുമ്പെന്തോ കമാലുണ്ടാവും, അതിൽ ശരിക്കും എന്താ പറയണ്ടിന്? ഈ ഫുദൂല് കൊണ്ട് വെറുതെ നേരം കളയാന്ന് പറഞ്ഞ സാധനം എന്താണ്? മിൻ അലാമാത്ത് ഇറാദില്ലാഹി അനിൽ അബ്ദി ഇസ്തിഗാലുഹു ബിമാ ലാ യഅനിഹി എന്നാണ്. അല്ലാഹു തആല ഒരു മനുഷ്യനെ അവന്റെ ഹദ്റത്തിൽ നിന്ന് ആട്ടി പുറത്താക്കി എന്നതിന്റെ തെളിവെന്താണ്? വേണ്ടാത്തത് കൊണ്ട് നേരം കളയാന്ന്. മിൻ ഹുസ്ൻ ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനിഹി. അപ്പൊ ഇസ്തിഗാല എങ്ങനെയായി? ഹുസ്നുൽ ഇസ്ലാം എന്തായി മാതൃക? വേണ്ടത് കൊണ്ട് ശൂലാവൽ. ഇത് ശൂലായിട്ടോ അങ്ങനെയല്ല ഇങ്ങനെ വേണ്ടിന്ന് പറഞ്ഞോ, മറ്റവനെ പൊളിച്ച ചീത്തെല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ? ഹിമാറ് അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു.
അതാ നാറ്. അപ്പൊ നാറെങ്ങനെയാന്ന്, ഈ മുതലെങ്ങനെ നാറായി എന്നാ ചോദ്യം. അപ്പൊ നാറിന് കാരണമാകുന്ന മുതലായത് കൊണ്ട് എന്താക്കുക, അതിനെ തന്നെ പറഞ്ഞങ്ങ് നാറ്. അതിനല്ലേ പണ്ടമ്മ ഉച്ചാറത്ത് എന്നൊക്കെ പറയില്ലേ, ഹക്കീക്കത്ത് അങ്ങനെയാണ്. എന്നിട്ടോ ഇലൈഹ, നരകത്തിലേക്ക് അത് ചേർക്കുകയും ചെയ്യും. ഹഖീഖത്തിൽ നാറ് പോലെയായി. അതിനല്ലേ തശ്ബീഹ് ഇസ്തിആറത്തൊക്കെ പണ്ട് ഓതിയില്ലേ. وسيصلون سعيرا سيدخلون يوم البعث, ഖിയാമത്ത് നാളിൽ എന്താക്കും, അവർ കയറുകയും ചെയ്യും സഈറ, നാറൻ, നരകത്തിൽ. അതിനാ സഈർ എന്ന് പറഞ്ഞത് മുസ്അറതൻ, കത്തിക്കപ്പെടുന്ന നാറ്, ആളിക്കത്തുന്ന നാറ്. അവൻ നാറിനെന്താക്ക് സിഫത്തായിട്ട് നാറൻ സഈറൻ എന്ന് പറഞ്ഞാൽ അതിലേ നാറിന്റെ പ്രയോഗം മുഅന്നസാണ്. അതുകൊണ്ടെന്താക്കും മുസ്അറതൻ ഔ ഹായിലത്തൻ, അല്ലെങ്കിൽ ഭയാനകം എന്ന് പറയും. മുബ്ഹമത്തൽ വസ്ഫി, അതിൻ്റെ വസ്ഫ് പറഞ്ഞാൽ തിരിയൊഴിയ. ആ വസ്ഫുണ്ടല്ലോ, അല്ല സഈറെന്ന് തൻബീൻ കൊടുത്തില്ല വന്നത്, അതിൻ്റെ വസ്ഫ് പറയാൻ നമുക്ക് കഴിയുന്നില്ല, പറഞ്ഞ് മട്ടാക്കാൻ കഴിയുന്നില്ല. റുവിയ അന്നഹു ലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്തിറങ്ങിയപ്പോൾ സഖുല ദാലിക അലന്നാസ്, ഇത് ജനങ്ങൾക്ക് വലിയ ഭാരമേറിയതായി മാറി. അപ്പം യതീം മക്കളെ പട്ടി ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പം ഫഹ്തറസു അനിൽ മുഖാലതത്തിൽ യതാമ, യതീം മക്കളുമായി കലരൽ അവർ എന്താക്കി സൂക്ഷിച്ച് ബിൽക്കുല്ലിത്തെ പറ്റ ഉണ്ടെന്ന് നോക്കുമ്പോൾ യതീം മക്കൾ പാഴായി. അപ്പം എന്താകണം, അതിൻ്റെ ഇടയിൽ ഒരു ക്രമം നടുക്ക് ഒന്ന് കൊണ്ടുവരണം. അവർ സ്വത്ത് പാടാവുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യാനും പാടില്ല, അതവസരം പറ്റ ഉപേക്ഷിക്കാനും പാടില്ല, അതല്ലേ. അപ്പോൾ അപ്പോൾ ഇവർ ഉപേക്ഷിച്ചപ്പോൾ എന്തായി, യതീം മക്കൾക്ക് അത് പ്രയാസായി. ഫനസല, അപ്പോൾ ആയത്തിറങ്ങിക്കോളൂ അവന് വഇൻ തുഖാലിതൂഹും ഫൈഖ്വാനുകും, അത് ഈ ആയത്തിൻ്റെ ബാക്കിയല്ല. യസ്അലൂനക അനിൽ യതാമാന്റെ ചോദ്യം. യതീം മക്കൾ എന്താ ചെയ്യേണ്ടത്, സ്വത്ത് തന്നാൽ ഇങ്ങനെ കേസുണ്ട്, അതുകൊണ്ട് വേണ്ടാന്നൊക്കെ വേണ്ടി. അന്നേരം യതീം മക്കൾ വാഴാവും, വാഴാകാനും പാടില്ല, ഇവർ സ്വത്ത് തിന്നാനും പാടില്ല. അതിൻ്റെ ഇടയിലൊരു പോറ്റലുണ്ടല്ല, അഥവാ ഇൻ തുഖാലിതൂഹും ഫൈഖ്വാനുകും, നിങ്ങൾ അവരോട് കൂടിക്കലരുകയാണെങ്കിൽ അവർ നിങ്ങളെ സഹോദരന്മാരാണ്. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, ഈ ആയത്തിൻ്റെ ബാക്കിയല്ലേ. മുഫ്സിദാര് മുസ്ലിഹാര് എന്ന് അല്ലാഹ്ക്കറിയാം. അനധികൃതമായി സ്വത്ത് അടിച്ച് ചാപ്പാട്ട അതാണ് ആര്, മുഫ്സിദ്. നല്ല നീതിന്യായ പ്രകാരം കൊണ്ടുപോകുന്ന ആളാണ് ആര്, മുസ്ലിഹ്. അതെല്ലാം അല്ലാഹ്ക്ക് തിരിയും. وفي الحديث قال النبي صلى الله عليه وسلم رأيت ليلة أسري بي, എന്നെ ഇസ്രാ ചെയ്യപ്പെട്ട രാത്രി ഞാൻ കണ്ട് ഖൗമൻ, ഒരു ഖൗമിനെ കണ്ട്, ലഹും അവർക്കുണ്ട് മശാഫിറു കമശാഫിരിൽ ലിബിലി, ഒട്ടകത്തിൻ്റെ ചുണ്ട് പോലെ ചുണ്ട്. വഖസനതു ജഹന്നമ, ജഹന്നമിൻ്റെ മലൈക്കത്തുണ്ടല്ലോ കാക്കുന്ന ഖാസിനീങ്ങൾ, യുൽഖിമൂനഹും ജംറ ജഹന്നമ, ജഹന്നമിലുള്ള തീക്കനൽ അവരൊക്കെ തീറ്റിച്ചു കൊടുക്കുന്നു. വസഖറ, അതിൻ്റെ പാറക്കഷ്ണങ്ങളൊക്കെ ഇവരുടെ വായിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്താ ഇത്? ഫഖുൽതു യാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മൻ ഹൗലായി, ഈ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ആൾ ആര് നബിയെ, ആരാണ് ജിബ്രീലേ? ഖാല, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, അല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാൻ. അപ്പോൾ ആയത്തിൻ്റെ രംഗത്തിലേക്ക് തെളിവാ കൊണ്ടുവന്നത്, അവര് യതീമിൻ്റെ മധുര തിന്നും ദുൽമൻ. അപ്പോൾ ദുൽമൻ എന്ന കൈതോടുകൂടി എന്തായി, ദുൽമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്ഥിരപ്പെടുത്തി. വഖദ് അമറ അല്ലാഹു തആല അല്ലാ യുഅദിയൽ യതീമ, യതീമിനെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. വയുഖാല ലഹുൽ ഖൗലസ്, അവരോട് പറയപ്പെടുകയും വേണം അൽ ഖൗലസ് സദീദ്, സദീദായ ഖൗല് പറയണമെന്നും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്രും ഒരു നഹിയും വന്നു. ഏതായാലും ഖൗല് വൽയഖൂലു ഖൗലൻ സദീദാ എന്നപ്പുറം പറഞ്ഞു. അപ്പം കടുപ്പമുള്ള വാക്കൊന്നും പറയാനും പാടില്ല. അപ്പോൾ ഫക്കൈഫ യകൂനു ഹാലു മൻ അദാഹു വഗൈറഹു മിനൽ മുഅ്മിനീൻ, യതീമിനെയും യതീമല്ലാത്ത ആളെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾ പിന്നെ എന്താ പറയേണ്ടത്? അവർ കടുത്ത കൗല് പറഞ്ഞാൽ തന്നെ അവർക്ക് ശല്യം ഉണ്ടാക്കുമെങ്കിൽ പറഞ്ഞുകൂടാന്നെങ്കിൽ അവർക്കൊരടിയും കൂടെ കൊടുത്താലോ? വാക്കലം അംബാലഹും, അവരെ മുതൽ തിന്നുകയും ചെയ്തവരെ കാര്യം ബിൽ ഖസ്ബി വൽ ദുൽമി, പിടിച്ചു പറിച്ചുകൊണ്ടും ദുൽമ കൂടും.
പോവോ ഒറ്റൊരു വിഹിതം പറയാം. ഇനി ഇതാണ് നേരത്തെ യൂസൈക്കുമുല്ലാഹു ഓഹരി ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞിട്ടില്ല. അതാ യൂസൈക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളെ കാര്യത്തിൽ അല്ലാഹു തആല നിങ്ങളോട് വസിയ്യത്ത് പറയുന്നതെന്ന് അള്ളാഹ് ഇരിക്കാൻ പോകുന്നുണ്ടോ? അതല്ല, എന്നുവെച്ചാൽ യഅ്മുറുക്കും വയഅഹദു ഇലൈക്കും, നിങ്ങളോട് കരാർ രൂപത്തിൽ പറയുകയാണ്, നിങ്ങൾ പാലിക്കണമെന്ന് നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് യൂസൈക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് വസിയ്യത്തിന് സാധാരണ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നതുപോലെ പ്രാധാന്യം ഇതിനും കൊടുക്കണം എന്ന് അറിയിക്കാനാണ് എന്താക്കിയത് യൂസൈക്കും എന്ന ആ പ്രയോഗം. ഏത് വസിയ്യത്ത് ശറഈൻ അനുയോജ്യമായ ചില വസിയ്യത്തിലെ പാലിക്കുള്ളൂ. എന്ന് ഫീ ഔലാദിക്കും, നിങ്ങളെ ഔലാദിൻ്റെ കാര്യത്തിൽ, ഔലാദിക്കും എന്ന് പറഞ്ഞ കുമ്മല ഔലാദി കുല്ലി വാഹിദിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഓരോരുത്തര മക്കളെ കാര്യത്തിലും. അതിന് ഔലാദ് എന്നുള്ളതും ജമ്മായി, ഖും എന്നുള്ളതും ജമ്മായി. അപ്പോൾ ആ മജ്മുഅയിലേക്കാണ് മടങ്ങുക. മജ്മുഅയിലേക്കല്ല, ജമീഇലേക്കാണ് മടങ്ങുന്നത്. ഐ ഫീ ശഅനി മീറാസിഹിം, എന്തിനായി വസിയത്ത്? മീറാസിന്റെ വിഷയത്തിലാണ്. ബഹുവ ഇജ്മാലുൻ, അപ്പൊ ഇത് ഇജ്മാലാണ്. തഫ്സീലുഹു, അതിന്റെ തഫ്സീലിന് ശേഷം വരുന്നുണ്ട്. ആദ്യത്തെ ഒരു ഇജ്മാല് കഴിഞ്ഞ് ഇതിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിഹിതം ഉണ്ട് എന്ന് പറഞ്ഞു. ആ വിഹിതം പറഞ്ഞത് ഏതുപോലെ വസിയ്യത്തിന്റെ രൂപത്തിലാണ് അല്ലാഹു തആല പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നത്. മറ്റൊരു ഇജ്മാല് വന്നു. എന്താ പറയുന്നത്? ലിദ്ദകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ലിദ്ദകരി ഒരു പുരുഷനുണ്ട്, മിസ്ലു ഹദ്ദിൽ ഉൻസയൈനി രണ്ട് പെണ്ണിന്റെ ഓഹരിയുടെ മിസിലുണ്ട്. എന്നാ തിരിച്ചു പറഞ്ഞൂടെ? എന്താന്ന് ആണിന്റെ പകുതി പെണ്ണിനുണ്ട് എന്ന് അന്ന് പെട്ടെന്ന് തോന്നുന്നത് എന്താന്ന് എനിക്ക് പകുതിയാ. അതേ അവസരത്തിൽ ഇവരെന്താന്ന് രണ്ട് ഉൻസയൈനിന്റെ ഓഹരി എടുത്തിട്ട് ആണിന് കൊടുക്കുമ്പോൾ കുറച്ച് ചിന്തിച്ചാലേ എന്ത് കിട്ടുള്ളൂ? ആദ്യം പെണ്ണിന്റെ ഓഹരി മനസ്സിലാക്കിയിട്ട് വേണം അതിന് രണ്ടോണ്ടും കുടിക്കാൻ. അപ്പം ഓഹരി വിഷയത്തെ എന്താക്കി പെണ്ണിന്റെ മുൻഗണന കൊടുത്തിട്ടുണ്ട് എന്ന് വരണം. ഓഹരിയിൽ മിക്കതാറിൽ എന്തുണ്ട് കുറവുണ്ടെങ്കിലും അതാ. അപ്പൊ എന്താണ് യുഅദ്ദു കുല്ലു ദകരിൻ ബിൻ ഉൻസയൈനി, ഒരാണിന് രണ്ട് പെണ്ണായി കണക്കാക്കുക. അപ്പൊ തലയുണ്ടെന്ന അവസരത്തിൽ രണ്ട് എണ്ണിയാലും മതി. അപ്പൊ രണ്ടാണ് ഒരു പെണ്ണുണ്ടെങ്കിൽ എന്താ ചെയ്യല്? രണ്ട്, രണ്ടും രണ്ടും നാല്, നാലൊന്നും അഞ്ച്. അപ്പൊ എന്താ ഇങ്ങനെ തിരിച്ചെണ്ണിക്കോ? ഒന്ന്, ഒന്നും രണ്ടും മൂന്നും രണ്ടും അഞ്ച്. അപ്പൊ അഞ്ച് പേര് കൊണ്ടു കിട്ടും. എപ്പോഴാണ് ഹൈസു ജിത്തമഅ സിൻഫാനി, ആണിന്റെയും പെണ്ണിന്റെയും രണ്ടെണ്ണം കൂട്ടരും ഒരുമിച്ച് കൂടിയെങ്കിൽ, അല്ല ആണ് മാത്രമാണെങ്കിൽ അതിന്റെ വിഹിതം വേറെ പറയുന്നുണ്ട്, പെണ്ണ് മാത്രമാണെങ്കിൽ വിഹിതം വേറെ പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയ സ്ഥലത്തേക്കാ പറയുന്നത്. അപ്പൊ ഫയദ്അഫു നസീബുഹു, ആണിന്റെ വരെ ഇരട്ടി ഉണ്ടാവുന്നു. അതടുത്തിടുന്നു ഇസ്ലഹല്ലിൽ ഉൻസയൈൻ. അവിടെ പിന്നെ എത്രയില്ല, അത്ര ഇത്ര എന്ന് പറയാനില്ല, 1:2. ഈ അടുത്ത ഓഹരിയോ ഫൈൻ കുന്ന നിസാഅൻ ഫൗക സ്നതൈൻ, ഫൈൻ കുന്ന, ഈ ഔലാദ് ആണെങ്കിൽ, നിസാഅൻ വെറും പെണ്ണാണെങ്കിൽ, ഐ ഖുല്ലസൻ പെണ്ണ് മാത്രം, ലൈസ മഅഹുന്ന ദക്കറുൻ, കൂടെ ആരില്ല, ആണ് തീരെയില്ല. എന്നാൽ അതെത്ര? ഫൗക സ്നതൈൻ, രണ്ടിന്റെ മേൽപോട്ട്. അപ്പൊ രണ്ടിനെണ്ണോ? അതെങ്ങനെ രണ്ട് എന്നിവിടെ ഉത്തരം പറഞ്ഞ? അത് ഞാൻ പണ്ട് നമ്മ കണ്ണൂർ നോക്കുമ്പോൾ പറഞ്ഞു, അത് വേറൊരു ആയത്തിൽ പിടിച്ചെടുത്തതാണ് രണ്ടിന്റെ വിഹിതം. ഈ ആയത്തിന്റെ നെസ് നോക്കിയാൽ ഒന്നിനെയും പറഞ്ഞ് രണ്ടിന്റെ മേലോട്ടും പറഞ്ഞ രണ്ട് മുഹമ്മദയുടെ അത് പയ്യെ പിടിക്കും. അതിനാണ് മുജ്തഹിദ് നിങ്ങളെ വേണോന്ന് പറഞ്ഞത്. അല്ലെങ്കിലോ ഇവനെ ഓഹരി വെക്കാൻ ഇപ്പം ന്യൂ മുജ്തഹിദ് എന്തായിന്നറിയോ? ഒന്ന് മാത്രമാണെങ്കിൽ എന്ത് കൊടുക്കണോ? പകുതി കൊടുക്കണം. രണ്ടിൽ മേൽപോട്ടാണെങ്കിൽ 2/3 കൊടുക്കണം. രണ്ടോ അമ്മോ ഒന്നും കിട്ടിയില്ല. പിന്നെ കിട്ടാണ്ടൊക്കെ കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞേ മുജ്തഹിദല്ലേ. അതാ ഫലഹുന്ന സുലുസാ മാ തറക്. ആ രണ്ട് അപ്പം ഇപ്പം മസാലയിൽ എന്തായി? രണ്ടോ രണ്ടിൽ കൂടുതലോ ആണെങ്കിൽ എത്ര വേണം? സുലുസാ മാ തറക്ക. അപ്പൊ ഇപ്പൊ എത്ര ഓഹരി വന്ന്? 2/3 ഇവിടെ വന്ന് 2/3 വന്ന്.
ആര് തറക്കാന്റെ ഫായിലാര് അൽ മുത്തവഫ മരിച്ചുപോയ ആള്. ഹുക്കുമുൽ ബിൻതൈനി, അപ്പൊ ബിൻതൈനിന്റെ ഹുക്കുമോ അത് ഹുക്കുമി മാ ഫൗഖഹുമാന്റെ ഹുക്കും തന്നെയാണ്. അപ്പൊ രണ്ടോ രണ്ടിൽ കൂടുതലോ മത്തിനി ഖുർആനിന്റെ മത്തിനിന്റെ എന്താ രണ്ടിൽ കൂടുതലായാൽ രണ്ടിന്റെ മസാല വേറെ വരൂ. അപ്പൊ ഏറ്റവും വലിയ വിഹിതം പറഞ്ഞ് 2/3 തിന്നുണ്ടാ. 2/3 നമ്മൾ നേരത്തെ ആറോഹരി പറഞ്ഞല്ലേ, 2/3, 1/3, 1/6, പകുതിന്റെ പകുതി, നിസ്ഫ് അതിന്റെ പകുതി, അതിന്റെ പകുതി എല്ലാം വരും, 6 വരും. ഇനി ആ പെണ്ണുണ്ടല്ലോ മകളായ പെണ്ണ്, അത് വാഹിദത്തൻ ഒരൊറ്റ പെണ്ണ് മാത്രമാണെങ്കിൽ ഇംറഅത്തൻ വാഹിദ ലൈസ മഅഹാ അഖുൻ കൂടെ സഹോദരനില്ല, വലാ അഖ്തുൻ സഹോദരിയുമില്ല. സഹോദരി ഉണ്ടെങ്കിൽ രണ്ടായില്ലേ, അപ്പൊ സുൽത്താൻ അത് മസാല പറഞ്ഞല്ലോ. ഇനിയോ അഖുണ്ടെങ്കിലോ നേരത്തെ 2 1 3, അപ്പൊ 2 പറഞ്ഞു. അപ്പൊ ലൈസ മഅഹാ അഖുന്റെ മസാല പറഞ്ഞു. അഖുണ്ടെങ്കിലോ എന്തായിരിക്കും ലിസ്സകരി മിസ്ല ഹദ്ദിൽ ഉൻസയൈനി, ഒന്ന് പെണ്ണിനൊന്ന് ആണിന് 2. വാലാ ഉഖ്തുണ്ടെങ്കിലോ സുൽസാ മാ തറക 2/3. ഫലഹൻ നിസ്ഫു ആ പെണ്ണിന് എന്തുണ്ട് പകുതിയുണ്ട്. മിമ്മാ തറക അപ്പൊ ഇപ്പം പകുതി കിട്ടുന്നു. ഒരാങ്ങളെ കുടുങ്ങിയാലോ അപ്പൊ പകുതി എന്നുള്ളത് ഫർദിന്റെ അവകാശം. അതെന്താക്കും മാറിയിട്ട് 1:2 ലിസ്സകരി മിസ്ല ഹദ്ദിൽ ഉൻസയയിലേക്ക് മടങ്ങും. അപ്പൊ നേരത്തെ പകുതി കെട്ടിയാക്കി ഇപ്പൊ എന്തായി 3 കിട്ടും, കുറഞ്ഞു. അതിനാക്കണിയും കുറയും. ഒരങ്ങളെയും കൂടെ കൂടട്ടെ, 2 2 4 1 5. അപ്പൊ പകുതി കിട്ടുന്ന സൂറത്ത് വന്നു, 3 കിട്ടുന്ന സൂറത്ത് വന്നു, 5 കിട്ടുന്ന സൂറത്തും വന്നു. അത് ആങ്ങളെ കൊണ്ടോറും അവനെ കോലം മാറിക്കൊണ്ടിരിക്കും. ആ മിതം കുറയും. ഇപ്പൊ 1 2 സങ്കല്പിച്ചിട്ടുള്ളൂ. അതിന് 3 ആക്ക് 3 2 6 1 7, അപ്പൊ 1/7 കിട്ടും. ഇനി 4 ഉണ്ടെന്ന് പറഞ്ഞാ 2 2 4 2 6 2 8 1 9, 1/9 മാറും. അപ്പൊ ആങ്ങളമാർ ഓരോന്തോറും വീതം കുറഞ്ഞു വരും. 2 പെണ്ണുണ്ടെങ്കിൽ അത് പിന്നെ മിമ്മാ തറക. ഇനി അടുത്തോഹരി വലി അബവൈഹി അവന്റെ മാതാപിതാക്കന്മാർക്കുണ്ട്. 2 ഉണ്ടാവൂലേ. അബവൈഹി എന്ന് പറഞ്ഞാൽ മാതാവിനും പിതാവിനും ഉണ്ട്. അതെ മയ്യത്തിന്റെ, അതാണ് എന്താക്കണം ഇദാഫത്ത് അപ്പുറത്തേക്ക് മയ്യത്തിന്റെ. ലികുല്ലി വാഹിദിൻ മിൻഹുമാ അവ രണ്ടിൽപ്പെട്ട ഓരോരുത്തർക്കും ഉണ്ട് സുദുസ് ഉണ്ട്. അപ്പൊ എത്ര ഓഹരി വന്നു? 2/3 വന്നു, 1/2 ഓഹരി വന്നു, 1/6 സൂറത്തും വന്നു. ഇനി 3 വരാൻ ബാക്കിയുള്ളൂ. അതാ കായിനൻ ബാലിക്ക അത് അസുദുസ് 6 മിമ്മാ തറക്ക ആ മരിച്ചു അയാൾ ഉപേക്ഷിച്ച സ്വത്തിൽ നിന്ന് എപ്പോഴാണ് 6 ഇൻകാന ലഹു വലദുൻ ഈ മരിച്ചുപോയ മയ്യത്തിന് മക്കൾ ഉണ്ടെങ്കിൽ എന്താകും 6. അപ്പൊ മക്കൾ എന്തായി ഹാജിബായി നുക്സാനാണ്. മക്കളുണ്ടോ മക്കളില്ലേ? മക്കൾ ഇല്ലെങ്കിൽ സുലുസ് പറയുന്നുണ്ട്. മക്കൾ ഇല്ലെങ്കിൽ മാതാപിതാക്കന്മാർ അതെന്താക്കുന്നുണ്ട് ഓഹരി എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉമ്മാക്ക് സുലുസ് എന്നാ പറഞ്ഞത്. ഉമ്മാക്ക് സുലുസ് മിമ്മാ തറക്കയിൽ നിന്ന് വൽ ബാക്കിയിലില്ല ബി ബാക്കിയുള്ളത് ഉപ്പാക്ക്. അത് പക്ഷേ വലിയ ഭാര്യ ഒരു ഉമ്മിഹി എന്ന് പറഞ്ഞില്ലേ, ഉമ്മാക്കും സുലുസ് കൊടുക്കും. കഴിച്ചു ബാക്കി എന്താക്കും ഉപ്പാക്ക് കൊടുത്താൽ വൽ ബാക്കിയിലില്ല ബി അതെ സുലുസുൽ ബാക്കി അല്ല, അത് വേറെ മസാല. അപ്പം എന്താക്കി 3 കിട്ടുന്ന ഓരോരുത്തർക്കും 6 കിട്ടുന്ന സ്ഥാനത്ത് ഉമ്മാക്ക് സുലുസും ബാക്കി ഉപ്പാക്കും ഇങ്ങനെ പോയത്. പിന്നെ വേറൊന്ന്, ഇത് ഹനഫി മദ്ഹബാണ് മൂപ്പറ മുസ്തനദ് കേട്ടാ. അപ്പൊ ചില ഫ്രോയായ മസാലയിൽ എന്താക്കും ഷാഫിയത്തുമായിട്ട് എതിര് വരുന്നതാണ്. അതെ ഇത് ഇദാ ലം യകുൻ മഅഹുമാ അഹദു സൗജൈൻ
ആ മാതാപിതാക്കന്മാരോടൊപ്പം സൗജേനിപ്പെട്ട ഒന്ന് ഇല്ലെങ്കിൽ എന്നാണ്. മരിച്ചാളാണെങ്കിൽ ഭാര്യ ഉണ്ടാവും, ഭാര്യ ഭർത്താവ് ഉണ്ടാവും, ഇല്ലെങ്കിലാണ്. അമ്മ ഇതാക്കാല മഅഹുമാ മാതാപിതാക്കന്മാരോടൊപ്പമുണ്ടായി അഹദുസ് സൗജൈനി, ആര് ഭാര്യയോ ഭർത്താവോ, അങ്ങനെയാണെങ്കിൽ ഫലി ഉമ്മാക്കുണ്ട് സുലുസുമാ ബക്കിയാന്ന, ബാബക്കിയാന്റെ സുലുസ്. അപ്പൊ മുത്തലക്കായ സുലുസല്ല, അത് ഫത്തൽമയിൽ തന്നെ മസാലയിൽ തന്നെ പറഞ്ഞല്ല, സുലുസുൽ ബാക്കി മീൻ ഫർദ് അഹദിഹിമ, ആരെ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഫർദ്. ഭാര്യയൊക്കെ ഭർത്താവിന് ഫർദിന്റെ അഹ്ലുകാരാണ്. അത് കഴിഞ്ഞിട്ട് എന്താക്കും, അതിന്റെ സുലുസ്. ലാ സുലുസുൽ കുല്ലി, മുഴുവനത്തിൻ്റെയും സുലുസല്ല. ആ അല്ല കഴിച്ചു ബാക്കി ഉപ്പൊക്കെ ഉണ്ടാവും. ഇനി ഫഇന്നഹു, എന്തുകൊണ്ടാണെന്നറിയോ, യുഫ്ളീല തഫ്ളീലിൽ ഉമ്മി അലൽ അബി, ഉമ്മാനാക്കാണ് അല്ല ഉപ്പാനാക്കാണ് ഉമ്മാന്റെ സ്വത്തിന് വർധനവുണ്ടാക്കി തീർത്തു കളയും. സാധാരണ എപ്പോഴും ബേക്കോട്ടല്ലേ ഉണ്ടായില്ലേ, അത് വരാതിരിക്കാനാണ്. ഏതോടൊപ്പം മായ കൗനിഹി, ഉപ്പയാണെങ്കിലോ അക്വാ മിൻഹ ഫിൽ ഇർസി, ഇർസിന്റെ വിഷയത്തിൽ ഉമ്മാന ആ പെണ്ണിനാക്കാണ് എന്താക്കും, ശക്തി കൂടി. ആണിന് രണ്ടും പെണ്ണിന് ഒന്നിന്റെ തോതല്ലേ പണ്ട് വിഹിതം വന്നത്. അപ്പൊ ഇവിടെ എന്താക്കും, പെണ്ണിനധികവും ആണിന് പകുതിയാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കോലത്തിൽ വന്നത്. അത് ഫത്റുൽ പറഞ്ഞ അതേ അവസ്ഥ തന്നെ, അത് പ്രത്യേക ചാപ്റ്ററാണ് സുലുസുൽ ബാക്കി. ഇനി ഫഇൻ കാന ലഹു ഇഖ്വത്തുൻ, ലഹുവിന്റെ അതത് ലഹുവിന്റെ തമ്മിലടുത്തേക്ക് വെച്ചാക്ക് ഇഖ്വത്ത് ഉണ്ടായി എന്നുവെച്ചാലോ, അദദുൻ മിനൽ ഇഖ്വത്തി, സഹോദരന്മാരിൽ നിന്നില്ലേ ഒരതത്. അതത് എന്ന് പറഞ്ഞാൽ എത്ര, സബാവും കാലത്ത് മിൻജിഹത്തിൽ അബവൈനി, ഷഖീഖായാലും തിരക്കുള്ള, അവ മിൻജിഹത്തി ഹദീമ, അല്ലെങ്കിൽ ഉമ്മാന്റെ ഭാഗത്തിൽ കൂടിയാൻ തിരക്കുള്ള ഉപ്പാന്റെ. അപ്പൊ സഹോദരന്മാർ മൂന്നാണ്ടായില്ലേ, എന്തല്ലോ ഷഖീഖ് രണ്ട് തുറക്കും, പിന്നെ അഹുല്ലി അബ് അഹുല്ലി ഉമ്മ. അവിടെ മുത്തലക്കായി പറഞ്ഞുകൊണ്ട് മൂന്നാൾ ഉൾക്കൊള്ളിക്കുന്നു. സബാവും കാനു ദുഖൂറൻ, അവര് ഈ സഹോദരന്മാർ എന്ന് പറഞ്ഞാല് ആണായാലും തിരക്കുള്ള, വൈനാസൻ പെണ്ണായാലും തിരക്കുള്ള, ആ മുസ്തലിത്തേന് ആണും പെണ്ണും അവിടെ ഉണ്ട് മൂന്ന് പോകാൻ. അത് അതിവിടെ പറഞ്ഞിട്ടുണ്ട്. അതാ വസബാവും കാന ലഹും മീറാസുൻ ഔ മഹജൂബൈന ബിൽ അബി, ഉപ്പ കാരണത്താൽ മഹജൂബായാലും ശരി, അല്ലെങ്കിൽ അവർക്ക് മീറാസ് കിട്ടിയാലും തിരക്കുള്ള. അപ്പം മഹജൂബായാലും അവരുടെ സാന്നിധ്യം തന്നെ ഫലി ഉമ്മിഹി സുദുസ്, ഉമ്മാക്ക് സുദുസായി മാറി. അപ്പൊ ഉമ്മാക്ക് സുദുസ് കിട്ടുന്ന കോലം പറഞ്ഞിട്ട് രണ്ടെണ്ണം വന്നു, അതല്ലേ ഫലിക്കുല്ലി വാഹിദി മിന്നും സുദുസു എന്ന് ചോദിക്കുമ്പോൾ ആദ്യം കിട്ടി. പിന്നെ ഇഖ്വത്ത് അഖ്വാത്ത് ഉണ്ടെങ്കിൽ എന്താക്കും, സുദുസ് കിട്ടും, ഹെൽദിയായില്ലേ. വമ്മ സുദുസുല്ലദീ ഹജബൂഹ, അവർ തടഞ്ഞു വെച്ചൊരു സുദുസുണ്ട് മൂന്നിലൊന്നിൽ നിന്ന്. മൂന്നിലൊന്നിനെ തടഞ്ഞാൽ എന്താകും, സുദുസ് പോയ ഒരു സുദുസാട, രണ്ട് സുദുസ് കൂടെ ഒരു സുലുസായി. അത് അൻഹു ഫഹുവലില്ല, അത് ഉപ്പാക്കിയിരിക്കും. ഇനി ഇതെല്ലാം ഇരിക്കട്ടെ, മിൻ ബഅദി വസിയ്യത്തിൻ, വസിയ്യത്തിന് ശേഷമാണ് സ്വത്തോഹരി വെക്കല്. വസിയ്യത്തും കടവും കഴിഞ്ഞതിന് ശേഷം. വസിയ്യത്താണെങ്കിലോ മൂന്നിലൊന്നിനേക്കാണ് കവിയാൻ പാടില്ല, മൂന്നിലൊന്ന് പരമാവധിയാണ്. അത് കണക്കൂട്ടി ഉണ്ടാക്കണം. മൂന്നിലൊന്ന് കവിഞ്ഞു പോയെങ്കിൽ അത് പൊട്ടിച്ചെടുക്കും, അത് അനുവദിച്ചിട്ടില്ല. ഷാദ് പിന്നെ അബിയൊക്കാസ് തങ്ങളുടെ പറഞ്ഞില്ലേ, കടം പിന്നെ അതില്ല, കടം ദേശം കൊടുക്കണ്ട. അതെ പോയത് തന്നെ. അപ്പം വസയ്യത്തിന് ശേഷവും കടത്തിന് ശേഷവുമാണെന്ന്. അപ്പം കടത്തിനല്ലേ പ്രാധാന്യം വേണ്ടി. അത് പറഞ്ഞത് കടോ എന്നുള്ളത് മറ്റോ ചോദിക്കാൻ വരുന്നതുകൊണ്ട് പേടിയുണ്ട് കുറച്ച്. അപ്പോൾ കൊടുക്കേണ്ട വരും, ചിലപ്പോൾ വീട് വളയലും പരക്കിന്നിട്ട് പോകില്ല എന്ന് പറയൊക്കെ ഉണ്ടാവും. വസിയത്ത് പറഞ്ഞാൽ എനിക്ക് ഇത്ര വസിയത്ത് ഉണ്ടെന്ന് എനിക്ക് അത് തബറുമായിട്ട് പോകുന്നില്ലേ. അപ്പം എന്താക്കും, വസിയത്തിന് പ്രാധാന്യം കൊടുക്കാതെ ചാടാതിരിക്കാൻ എന്താക്കി വസിയത്തിനെ മുന്തിച്ചെന്നാണ്. അല്ലെങ്കിലോ ദൈനനാണ് പ്രാധാന്യം. ഏത് കടത്തിന് മുണ്ടിക്കണോ, അങ്ങനെ തന്നെ. അപ്പം കടമെന്നുള്ളത് പല കടമുണ്ട്, അന്നാല കടമുണ്ട്. ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ട് പോകാണ്ടുന്നു, സക്കാത്ത് കൊടുക്കാത്ത കുറെ കൂമ്പാരം കൂടി കുടിശ്ശിക, അതെല്ലാം അന്നാന്റെ കടമാണ്. അതെ, രണ്ടിനും പ്രാധാന്യമുണ്ട്. അതാ
യൂസി ബിഹാ അതാ ഹാദിഹിൽ അൻസിബാഉ ലിൽ വറസതി വാരിസീങ്ങൾക്കുള്ള ഈ പറഞ്ഞ ഓഹരികൾ മിംബാദി മാ കാന മിൻ വസിയ്യത്തിനാൽ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശേഷമാണ് ഓഹരി. ഇനി യൂസി ബിഹാ ആ മയ്യത്ത് എന്നതാകതുകൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഉദൈനിൻ അല്ലെങ്കിൽ കടം. അപ്പം അത്തുഫൻ അല വസിയ്യത്തിൻ്റെ മുകളിൽ അത്തുഫാണ് കണ്ടാ. ഇല്ല അന്നഹു ഗൈറു മുഖയ്യദിൻ ബിമാ ഖയ്ത ബിഹി മിനൽ വസ്ഫി. അവിടെ യൂസി ബിഹാന്ന് വസിയ്യത്തിൻ്റെ ആർഡർ കൈത് കൊടുത്തിട്ടുണ്ട്. മിംബാദി വസിയ്യത്തിൻ യൂസി ബിഹാ. അതായത് മിംബാദിന് ദൈനിൻ അവിടെ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നാടൻ പറഞ്ഞ ആ കൈത് കൊടുത്തിട്ടില്ല. നമുക്ക് ബൽ ഹുവ മുത്ലഖുൻ. അത് അയാൾ കട ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി, വീടണേന്ന് പറഞ്ഞാലും ശരി, നമ്മൾ പരിശോധിച്ച് വീടിക്കൊള്ളണം. വസീയത്തിൻ്റെ ആട എന്താകും, വസീയത്ത് തെളിഞ്ഞെങ്കിലേ വേണ്ടു. അന്നെന്താക്കി വസീയത്തിൻ്റെ ആടെ യൂസി ബിഹാന്ന് കൈത് കൊടുത്തു. ദൈനിൻ്റെ ആടെ അയാൾ വസീയത്ത് പറയണമെന്ന് നിയമമില്ല. അയാൾ ഡയറി പരിശോധിച്ചപ്പോൾ ഇന്ന് ബോഡിയിൽ അയാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അയാൾ പറഞ്ഞിട്ടില്ല എന്നറിഞ്ഞിട്ടുള്ളൂ. കളത്തിനാന്ന് പ്രാധാന്യം അതാ. അപ്പം വസീയത്തിൻ്റെ അവിടെ പറഞ്ഞ കൈത് അവിടെ ഇല്ല, ദൈനിൻ്റെ അവിടെ ഇല്ല. ബൽ ഹുവ മുത്ലഖൻ യതനാവലു മാ സബത ബിൽ ബയ്യിനതി അവൽ ഇഖ്റാറി. കണ്ടാ, അവൻ്റെ സ്വന്തം ഇഖ്റാറ് കൊണ്ട് തെളിഞ്ഞാലും ശരി, ബയ്യിനത്ത് കൊണ്ട് സുബൂത്തായാലും ശരി, എന്തായി കട മുത്തലക്കായിട്ട് കൊടുത്തോളണം. ഫിസിഹത്തി. അപ്പം അതിൽ തന്നെ എന്തുണ്ട്, ദൈനിനാണ് പ്രാധാന്യം എന്ന് വന്നിട്ടുണ്ട്. ആബാഉകും വഅബ്നാഉകും ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും നഫ്ആ. നിങ്ങളെ പിതാക്കന്മാര്, നിങ്ങളെ മക്കള് ആരാണ് നിങ്ങൾക്ക് കൂടുതൽ നഫ്ഉള്ളത് എന്ന് നിങ്ങൾക്കറിയൂല. ഉപ്പാനെ കൊണ്ടാണോ നിങ്ങൾക്ക് കാര്യം കിട്ടുന്നത്, മക്കളെ കൊണ്ടാണോ കിട്ടുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാനാവില്ല. ഐ ഉസൂലുക്കും, ഏത് ഉസൂല്, ആബ്. വഫുറൂഉക്കും, അതായത് അബ്നാ. അല്ലദീന തവഫൗന, അവർ മരിക്കുന്നു. ലാ തദ്റൂന അയ്യുഹും അൻഫഉ ലക്കും. ഈ പിതാക്കന്മാരുടെ വക്കൽ നിന്നാണോ മക്കളെ വക്കൽ നിന്നാണോ നിങ്ങൾക്ക് കൂടുതൽ നഫ്ഉ എന്ന് നിങ്ങൾക്ക് തിരിയൂല. ഫരീളതൻ മിനല്ലാഹ് ഐ ഫറളല്ലാഹു ദാലികൽ മീറാസ ഫർളൻ. ഈ മീറാസിനെ അല്ലാഹു തആല ഫർളാക്കിയിട്ടുണ്ട്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. അല്ലാഹു തആല അലീമാണ് ബിൽ ഖൽഖി, പടപ്പുകളെ കൊണ്ടും, വ മസാലിഹിം, പടപ്പുകൾക്കുള്ള മസ്ലഹത്ത് എന്താണോ അതുകൊണ്ടും, ഹകീമൻ, അല്ലാഹു തആല ഹകീമാണ്, ഫീ കുല്ലി മാ ഖദാ വ ഖദ്ദറ. അല്ലാഹു തആല വിധിച്ചതും നിശ്ചയിച്ചതിലൊക്കെ ഹക്കീമാണ്, എന്തെങ്കിലും തീരുമാനിക്കലല്ല. വദബ്ബറ, അവൻ തദ്ബീർ ചെയ്തതിലും. അതുകൊണ്ട് ഫഅലൈക്കും ബിൽ അദ്ലി, നിങ്ങൾ നീതി മുറുകെ പിടിക്കണം. വതജാനബി അനിൽ ജൗരി, അക്രമം സംഭവിക്കലിനെ തൊട്ട്, അനീതി സംഭവിക്കലിനെ തൊട്ട് നിങ്ങൾ അകന്നു നിൽക്കുകയും വേണം. ഖുസൂസൻ, പ്രത്യേകിച്ചും ഫീമാ ബൈനൽ അഖാരിബിങ്ങളുടെ ഇടയിൽ. എന്തുകൊണ്ട്, ഫഇന്ന ലഹും, അഖാരിബിങ്ങൾക്കുണ്ട്, ബന്ധുക്കൾക്ക്, മസീദ ഫളിലിൻ, കൂടുതൽ സ്ഥാനമുണ്ട്, അലൽ അജാനിബി, അന്യരെക്കാൾ. വലി മകാനത്തി സിലത്തിർ റഹ്മി ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ സിലത്തുർ റഹ്മിന് പ്രാധാന്യമുള്ളത് കൊണ്ട്, ഖറനൽ അർഹാമ ബിസ്മിഹിൽ കരീം, അള്ളാഹുവിൻ്റെ കരീം എന്ന ഇസ്മിനോട് അർഹാമിന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫീ ഖൗലിഹി തആല വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം എന്ന ആയത്തിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മുമ്പ് കഴിഞ്ഞ് വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാമിനെയും അപ്പം അള്ളാഹ് നമ്മൾ അത്ഫാക്കിയതാണ്. ഹുകിയ അന്ന റജുലൻ, ഒരാൾ ഖാല ലി അഹദിൽ ഉലമാഇ, ഉലമാക്കളിൽപ്പെട്ട ഒരാളോട് പറഞ്ഞ്, ഇന്ന ഉമ്മി ഹരിമത്ത് ഇൻദി, എൻ്റെ ഉമ്മൻ്റെ അടുക്കൽ വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്. ഫൗതിഇമുഹാ ബിയദി, ഞാൻ കൈകൊണ്ടാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത്. വൗസ്ഖിഹാ ബിയദി, എൻ്റെ കൈകൊണ്ടാണ് കുടിപ്പിക്കുന്നത്. പിന്നെ വവല്ലിഹാ, ഉമ്മാക്ക് ഒളുണ്ടാക്കി കൊടുക്കലുണ്ട്. വഹമിലുഹാ അലാ അത്തിഖി, എൻ്റെ ചുമലിലേറ്റലുണ്ട് എന്ന് ചുരുക്കത്തിൽ ഖിദ്മത്തല്ലെണ്ണി. ഫഹൽ ജാസൈതുഹാ ഹഖഹാ, എന്ന ഉമ്മാൻ്റെ ഹക്കിന് ഞാൻ എന്തായി അവകാശം വീട്ടിയോ എന്ന് ചോദിച്ചു. ഖാല ലാ, എന്ന തങ്ങൾ പറഞ്ഞിട്ട് ആയിട്ടില്ല. വലാ വാഹിദും മിൻ മിഅത്തിൻ, ഒരു 100-1 പോലും ആയിട്ടില്ല. 1% പോലെ. 100-1 എന്ന് പറഞ്ഞാൽ 1%, ശതം എന്ന് പറഞ്ഞാൽ 100, മാനം എന്ന് പറഞ്ഞാൽ കണക്കാണ്.
ഒരു അറബിനെ മാനം എന്ന് പറയാം. ഉയർച്ച എന്നും പറയും. അയാൾ മാനക്കേടായി എന്ന് പറഞ്ഞാൽ എന്തായി? അയാൾ ഉയർച്ച പോയിന്ന്. ആകാശത്തിൻ്റെ മാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിങ്ങനെ വളരെ ഉയരമുള്ളതാണ്. റഫാ സംഖാ എന്ന് പറഞ്ഞില്ലേ? എല്ലാം ഭാഷയും പഠിച്ചിട്ട് കാല അത് ശതമാനം. പെർസെന്റ് എന്നല്ല, പെർ എന്ന് പറഞ്ഞാൽ ഫീക്കുല്ലിൻ, സെന്റ് എന്ന് പറഞ്ഞാൽ 100. പെർ എന്ന് പറഞ്ഞാൽ ഓരോ ഇന്നത്തിൽ നീയൊക്കെ എത്ര ശമ്പളം കിട്ടുന്നത്? പെർ ഹവർ എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിന് ഇത്ര പൈസ കിട്ടുന്നു. അപ്പർ എന്ന് പറഞ്ഞാൽ ആ ജുസീയത്തിൻ്റെ അർത്ഥം. സെന്റ് എന്ന് പറഞ്ഞാൽ 100, ഡസ് എന്ന് പറഞ്ഞാൽ 10. അതല്ല, സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററായി കണക്കാക്കുന്നതിൻ്റെ 100-1 എന്നാണ് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 അർത്ഥം. ഞങ്ങളൊന്ന് ചോദിച്ചപ്പോൾ ആ ഭാഷ തെറ്റുണ്ടെങ്കിൽ മില്യാബായിലായി എന്നൊക്കെ. അപ്പോൾ 1% പോലും ആയിട്ടില്ല എന്ന് കാല വലിമ. എന്തുകൊണ്ട്? കാലലി അന്നഹ ഖദമത്തുക ഫീ വഖതി ദുഅഫിക, നിന്റെ ദുഅഫിൻ്റെ കാലത്ത് ഉമ്മന്താക്കി നിനക്ക് ഖിദ്മത്ത് എടുത്തത് മുരീദത്തൻ ഹയാത്തക്ക, നീ നിലനിൽക്കണമെന്ന് വെച്ചിട്ടാണ്. ഇപ്പം മെരിക്കോളയിൽ എടുക്കണ്ടെന്നാണ് നിന്റെ തോന്നല്. അത് വ്യത്യാസം ഉണ്ടെന്നാണ്. വഅൻത തഖ്ദിമുഹ മുരീദൻ മമാതഹ, അതെന്താ എത്രയും വേഗം മരിച്ചു കിട്ടിയാൽ ഭാരം ഇന്നല്ല, അങ്ങനെയാണ്. വജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ വന്ന് ലിയസ്തശീറഹു ഫിൽ ഗസ്വി, യുദ്ധത്തിന് പോകട്ടെ എന്ന് ചോദിക്കാനാണ്. ഫഖാല ലക വാലിദത്തുൻ, എനിക്ക് ഉമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖാല നഅം, ഉണ്ട്. ഖാല അലൈഹിസ്സലാം പറഞ്ഞു ഫൽസംഹാ, അവിടെ തന്നെ പോയിട്ട് ഖിദ്മത്തെടുത്തോ. ഫൈനൽ ജന്നത തഹത റിജ്ലൈഹാ, സ്വർഗം ഉമ്മാരെ കാലിലതായതുകൊണ്ട് യുദ്ധത്തിന് പോകണ്ടെന്ന്. ഇനി അടുത്ത ഓഹരിയിലേക്കാണ് പോകുന്നത്. ഭാര്യ ഭർത്താവിൻ്റെ ഓഹരിയാണ്. ഇപ്പോൾ കുടുംബത്തിലെ ഓഹരിയാണ് വന്നത്. ഇത് സഹോദരന്മാരുടെ ഓഹരി വന്ന്, ഒറ്റ സഹോദരി വന്ന്, പിന്നെ മാതാപിതാക്കന്മാർ വന്നതല്ലോ. ഇനി പങ്കിട്ട് ബന്ധത്തിലേക്കുള്ള ഓഹരി അവർ മുസാഹറത്തിൽ നടക്കട്ടെ.